ഒരു മനസ്സോടെ കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ചെയ്ത ആ നന്മകളെ ഓർത്തുകൊണ്ട്, ഞങ്ങൾ നടത്തിയ ആ വിധങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ, ഇന്ന് ഞായറാഴ്ച ദിവസം ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവ് അങ്ങിൽ നിന്ന് പ്രാപിക്കുവാനും കർത്താവേടെ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ കർത്താവെ, സകലത്തിലും ഉപരിയായി കർത്താവെ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തെ കർത്താവ് ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവ് ഇന്ന് ഞങ്ങളോട് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വിടുതൽ നൽകുവാൻ മതിയായൊരു ദൈവം ഇന്നിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും കർത്താവിനെ അപൂർണ ഹൃദയത്തോടെ അവൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് താഴ്ത്തി സമർപ്പിക്കാം. We praise you Jesus. തിരുകരങ്ങളിലേക്ക് ഹല്ലേലൂയ, നന്ദിയുള്ള ഹൃദയത്തോടെ അവൻ്റെ സന്നിധിയിലേക്കൊന്ന് നമുക്ക് കടന്നു ചെല്ലാം. We praise you Jesus. Hallelujah, hallelujah, hallelujah. റിഖംതരാബരാബശന്തരേ, സ്തുതിക്കുന്ന കർത്താവേ, hallelujah. We praise you Jesus. Hallelujah, hallelujah Lord. സ്തുതിക്കുന്ന കർത്താവേ, we praise you Jesus. തിരുകരങ്ങളിലേക്ക്, കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. We praise you Jesus. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ കർത്താവേ ഞങ്ങളിത് ചോദിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ വിടുവിക്കുവാൻ മതിയായ ഒരു ദൈവം. We praise you Jesus. ഞങ്ങളുടെ സകല ഭാരങ്ങളും ഇന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. Hallelujah. We glory to Jesus. പൂർണ്ണ ഹൃദയത്തോടെ Hallelujah. നമ്മൾ കടന്നു വന്ന എല്ലാ സാഹചര്യങ്ങളെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് പൂർണ്ണ ഹൃദയത്തോടെ ചെല്ലാമോ? Glory to Jesus. കർത്താവേ, ഞാൻ നടക്കുന്ന വഴികളിലെല്ലാം കർത്താവേ അങ്ങ് മാത്രം കർത്താവേ എൻ്റെ ദൈവം. ഞാൻ ഏതു സാഹചര്യങ്ങളിൽ പോയാലും നീ എന്നെ കൈവിടാതെ വഴി നടത്തുന്ന ദൈവം. നമുക്ക് ആ നല്ലവനായ ദൈവത്തെ അല്പനേരം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ജീവനുള്ള ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. Hallelujah. We praise you Jesus. Hallelujah. Hallelujah. Amen. We praise you Jesus. സന്തോഷമുണ്ടോ എല്ലാവർക്കും? Hallelujah. യേശുവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ ഒരു ഞായറാഴ്ച കാലം കൂടി വരുവാൻ അവൻ സഹായിച്ചതിനെ ഓർത്ത് അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താം. Hallelujah. We praise you Jesus. ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. Hallelujah. We praise you Jesus. ഇതൊരു മടക്കി വരവ്, ഒരു തിരിച്ചു വരവ് എൻ്റെ യേശു ആഗ്രഹിക്കുകയാണ്. Hallelujah. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരുന്നിട്ടും പലപ്പോഴും നാം അവൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ട് ദൂരെ പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. Hallelujah. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ദൈവസന്നിധിയിലായിരുന്നിട്ടും ചില സാഹചര്യങ്ങളും ചില പ്രശ്നങ്ങളാലും ഞാൻ ദൈവത്തെ വിട്ട് അവൻ്റെ സന്നിധിയിൽ നിന്നും മാറിപ്പോയ പല സാഹചര്യങ്ങളും. Hallelujah. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവ്, എനിക്ക് ഈ ആരാധന വേണ്ട, എനിക്ക് ഈ സഭ വേണ്ട, എനിക്ക് ഈ യേശുവിനെ വേണ്ട എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ് അവൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. Hallelujah. എന്നാൽ എന്നെ തേടി വന്നൊരു ദൈവമുണ്ട്. Hallelujah. ഏതു സാഹചര്യത്തിലും ഞാൻ അവൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പോഴും എന്നെ തേടി വന്നൊരു ദൈവം. Hallelujah. അപ്പോസ്തലൻ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, ഞാൻ ഓടിയെന്നല്ല, ഞാൻ അധ്വാനിച്ചു എന്നല്ല, ഞാൻ അധ്വാനിച്ചെങ്കിലും, ഞാൻ ഓടിയെങ്കിലും, ഞാൻ നിന്നെങ്കിലും അതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാണ്. Hallelujah.
We praise you, Jesus. ഞാൻ നടക്കുന്ന വഴികളിൽ എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഏതു സാഹചര്യങ്ങളായിക്കോട്ടെ അവിടെയെല്ലാം എനിക്ക് താങ്ങായി തണലായി നടക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാമോ? ഹല്ലേലൂയ. സകലത്തെയും വിടുവിച്ച് നടത്തുവാൻ മതിയായ എൻ്റെ യേശു നമ്മോട് കൂടെയുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ we praise you, Jesus. പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ കണ്ണുകളും നടയട്ടെ. ഹല്ലേലൂയ. ആ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ. ആ തേജസ്സേറുന്ന അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവന്റെ അത്ഭുത നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഒരു യോഗ്യതയുമില്ല കർത്താവേ, ഞാൻ ചെയ്തത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ കർത്താവ് ഒരു യോഗ്യതയുമില്ല. എന്നാലും നീ എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത്, അങ്ങനെ മാറോട് ചേർത്തതിനെ ഓർത്ത്. തിരുവചനത്തിൽ മുടിയനായ പുത്രന്റെ ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ എനിക്ക് സുബോധം വന്നപ്പോൾ എനിക്ക് എൻ്റെ ഭവനത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ച ഒരു മകനെ. ഹല്ലേലൂയ. ഒരു യോഗ്യതയുമില്ല ഞാൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു യോഗ്യതയുമില്ല എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകുവാൻ എന്ന് ആരെങ്കിലും ഇവിടെ കരുതുന്നുണ്ടെങ്കിൽ, കർത്താവേ അങ്ങിൽ നിന്ന് ഞാൻ കൂടുതൽ മാറിപ്പോയി, കർത്താവേ എനിക്ക് കഴിയില്ല എന്ന്, കർത്താവിൻ്റെ പാപങ്ങൾ, ഞാൻ പോകുന്ന സാഹചര്യങ്ങൾ കർത്താവെ എന്നിൽ നിന്നും അങ്ങേ കൂടുതൽ അകറ്റി എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മാറോട് ചേർത്തണക്കുവാൻ മതിയായൊരു ദൈവം നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. ഇന്നെന്റെ യേശുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാൻ ഒട്ടും വൈകിയിട്ടില്ല. ഹല്ലേലൂയ. തിരുകരങ്ങളിലേക്ക് കർത്താവേ മുമ്പ് എങ്ങനെയായിരുന്നോ ആ ആദ്യ സ്നേഹത്തിലേക്ക് കർത്താവെ മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ തിരുകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. ഞാൻ നടക്കുന്ന പാതകളിൽ നീ മാത്രം എൻ്റെ താതൻ കർത്താവെ, പിന്മാറ്റ വേളകളിൽ നീ മാത്രം എൻ്റെ പിതാവ് കർത്താവ്. ഞാൻ ഏറ്റവും ഓടിയപ്പോൾ നീ എന്നെ തേടി വന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധ സ്നേഹത്താൽ എന്നെ മുറുകി പിടിച്ചൊരു ദൈവമാണ്. Praise you, Jesus. നമുക്ക് ഒന്നിച്ചു ചേർന്ന് അവന്റെ നാമത്തെ ഒന്ന് ഉയർത്താം. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ, പിന്മാറ്റ വേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ. ഹല്ലേലൂയ. യെസ് ലോർഡ്. പിന്മാറ്റ വേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ ഏറ്റമോടിയപ്പോ നീ എന്നെ തേടി. ഹല്ലേലൂയ. യെസ് ലോർഡ്. പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകി ഞാൻ ഏറ്റമോടിയപ്പോ, ഞാൻ ഏറ്റമോടിയപ്പോ ഹല്ലേലൂയ നീ എന്നെ തേടി വന്നു. ആ ദിവ്യ സ്നേഹത്തിന്റെ മറവിൽ പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പീഡിച്ചു. ഞാൻ നടക്കും പാതയിൽ, ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ.
ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ ഒന്ന് ചേർന്ന് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാടെ. ഞാൻ ഏറ്റവും ഓടിയപ്പോ അതേ കർത്താവേ, നീ എന്നെ തേടി വന്നൊരു ദൈവം. അങ്ങനെ പരിശുദ്ധ സ്നേഹത്താൽ, ഓ പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പിടിച്ചു. ഞാനേറ്റവും ഓടിയപ്പോ പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പിടിച്ചു. സാന്നിധ്യം വിട്ട് എങ്ങോട്ട് പോയിടുമേ, ഉയരമോ ആഴമോ വേർപിരിപ്പാനാവുമോ, നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ട് പോയിടുമോ. ഹല്ലേലൂയ. ഉയരമോ ആഴമോ വേർപിരിപ്പാനാവുമോ, മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലേ. ഹല്ലേലൂയ. യെസ് ലോർഡ്. നിൻ സ്നേഹവീഞ്ഞിനാലേ എന്നെ അനുസ്തുല്യ സ്നേഹത്തെ ഓർത്തുകൊണ്ട് മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാല, സ്വന്തം ജീവനെ തന്ന് നമ്മളെ വീണ്ടെടുത്തൊരു ദൈവത്തെ, ഹല്ലേലൂയ, സ്വന്തം രക്തത്തെ തന്ന് നമ്മളെ വീണ്ടെടുത്തൊരു ദൈവത്തിന്റെ സ്നേഹം മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാല. ഹല്ലേലൂയ. നിൻ സ്നേഹവീഞ്ഞിനാലെ we praise you Jesus, oh Lord. ഇന്ന് പകൽ ഹല്ലേലൂയ, we praise you Jesus, oh Lord. കർത്താവെ, അങ്ങിൽ നിന്ന് കർത്താവെ ഞാൻ ഒരുപാട് അകലെയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ അകൃത്യങ്ങൾ, ഞാൻ ചെയ്ത പാപങ്ങൾ കർത്താവ് എന്നിൽ നിന്നും കർത്താവ് അങ്ങയെ കൂടുതലായിട്ട് കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അകന്നിരിക്കുന്ന വ്യക്തിയാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ യേശു ഇന്ന് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. നിന്റെ മാറോട് ചേർത്ത് പിടിക്കുക. നിന്റെ ജാതിയോ മതമോ നിന്റെ കളറോ ഒന്നുമല്ല എൻ്റെ യേശു നോക്കുന്നത്. അവൻ നിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. We praise you Jesus. കർത്താവേ, അങ്ങിൽ നിന്ന് ഞാൻ അനേകം ദൂരങ്ങളിലേക്ക് കർത്താവേ ഞാൻ ഓടിപ്പോയി കർത്താവേ. എന്നാൽ ഇന്ന് കർത്താവേ തിരുസന്നിധിയിലേക്ക് ഞാൻ കടന്നു വരികയാണ് കർത്താവേ. ആ വരികൾ നമുക്കൊന്ന് പാടാം. ഹല്ലേലൂയ. എന്നുകം മറന്നു ഞാൻ. ഹല്ലേലൂയ. We praise you Jesus. ഹല്ലേലൂയ. ആ വരികൾ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നുകം മറന്നുവെന്ന് പറഞ്ഞരികെ വിളിച്ച ദൈവം. ഹല്ലേലൂയ. അലയും എൻ്റെ ആത്മാവിനെ ആശ്വാസം നൽകിയൊരു ദൈവം. ഹല്ലേലൂയ. അധ്വാന ഭാരമെല്ലാം കർത്താവെ നിൻ ചുമരിൽ ഏറ്റു. എൻ്റെ നാവ് വരണ്ടപ്പോൾ നിത്യമാം ഉറവ നൽകി എന്നെ വഴി നടത്തിയൊരു ദൈവം. ഹല്ലേലൂയ. We praise you Jesus. പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലാം.
മുഖം മൃദുവെന്ന് പറഞ്ഞരികെ വിളിച്ചു. ഹല്ലേലൂയ. അലയുമെന്നാത്മാവിൻ ആശ്വാസം നീക്കി. മുഖം മൃദുവെന്ന് പറഞ്ഞരികെ വിളിച്ചു. ആ വിളിക്കൊത്തവണ്ണം അലയുമെന്നാത്മാവിൻ ആശ്വാസം നീക്കി. അധ്വാന ഭാരമെല്ലാം നിൻ ചുമലിൽ ഏറ്റു. ഹല്ലേലൂയ. എന്നാവു വരണ്ടപ്പോ നിത്യമാ യേശുവിന്റെ സ്നേഹത്തെ ഓർത്ത് അധ്വാന ഭാരമെല്ലാം നിൻ ചുമലിൽ. യെസ് ലോർഡ്. എന്നാവു വരണ്ടപ്പോ നിത്യമാമുറവ നൽകി. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താരൻ. പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് പറഞ്ഞാട്ടെ. വേളയിൽ നീ തന്നെ. വിശ്വാസത്തോടെ ഞാൻ നടക്കുന്ന പാതകളിൽ നീ മാത്രം എൻ്റെ ദൈവം. ഞാൻ നടക്കും പാതയിൽ നീ മാത്രം എൻ്റെ താരൻ. അതേ കർത്താവേ. വേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ ഏറ്റമോടിയപ്പോ നീ എന്നെ തേടിയല്ലോ. പരിശുദ്ധ സ്നേഹം. Oh, we praise you, Jesus. Hallelujah. ഞാൻ ഏറ്റമോടിയപ്പോ നീ എന്നെ തേടി വന്നു. Oh, we praise you, Jesus. നന്ദി യേശുവേ. പരിശുദ്ധ സ്നേഹത്താൽ എന്നെ നിറച്ചുകൊണ്ടിരിക്കുന്ന ദൈവം. യേശുവേ. ഞാൻ ഏറ്റമോടിയപ്പോ Hallelujah. Praise you, Jesus. Nami Yesu, Nami Yesu. Ora bashantara la radhara bashantara. എൻ്റെ പൂർണ്ണ ആശ്രയം എൻ്റെ യേശുവിലേക്ക് ഒന്ന് കൊടുക്കാമോ? ഹല്ലേലൂയ. നമ്മളെ ഏത് സാഹചര്യങ്ങളിലും നമ്മളെ തേടി വരുന്നൊരു ദൈവം. ഹല്ലേലൂയ. സ്വന്തം രക്തം നമുക്ക് വേണ്ടി തന്നൊരു ദൈവം. ഹല്ലേലൂയ. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി നൽകിയൊരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഹല്ലേലൂയ. തിരുവചന പ്രകാരം പറയുകയാണ്, യെശയ്യാവിൻ്റെ പുസ്തകം 40 അതിൻ്റെ 31 വാക്യങ്ങളിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും.
അവർ ഒരിക്കലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് ഞാൻ പൂർണ്ണ ആശ്രയം വയ്ക്കുകയാണ്. കർത്താവേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നല്ല കർത്താവേ, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണെന്നല്ല കർത്താവേ, എൻ്റെ ഏതൊരവസ്ഥയിലും ഞാൻ എൻ്റെ യേശുവിൽ ആശ്രയം കൊടുക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് വാഴ്ത്താം. ഹല്ലേലൂയ. എനിക്കെൻ്റെ ആശ്രയം, എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി. വിശ്വാസത്തോടെ യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമായി തീർത്തിടും, യേശു മതിയായവൻ. ആക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തീരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി യേശു മതിയായവൻ. ആക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. അവൻ മതിയായവൻ. ആക്കയെ അയച്ചാഹാരം തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ജീവൻ മതി. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്.
യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും ഹല്ലേലൂയ. നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. യേശു മതി, ഹല്ലേലൂയ. ജീവൻ മതി എനിക്ക്. വിശ്വാസത്തോടെ യേശു മതി. സ്തോത്രം. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി. യേശു മതി, യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. We praise you. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് അടിച്ചുകൊണ്ട് ഹല്ലേലൂയ. കർത്താവേ നന്ദി യേശുവേ. എൻ്റെ പൂർണ്ണ ആശ്രയം എൻ്റെ യേശുവിൽ മാത്രമെന്ന് എത്ര പേർ തീരുമാനിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് എന്തൊക്കെ പ്രതികൂലങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാലും കർത്താവേ, എൻ്റെ ആശ്രയം അങ്ങ് മാത്രം. കർത്താവേ, we praise you Jesus Lord. പൂർണ്ണ ഹൃദയത്തോടെ തിരുകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവെ, മറ്റൊന്നിലും ആശ്രയം വയ്ക്കാതെ എൻ്റെ യേശുവിലേക്ക് കർത്താവ് എൻ്റെ പൂർണ്ണ ആശ്രയം കർത്താവ് ഞാൻ തരികയാണ്. കർത്താവെ, praise you Jesus. യിരെമ്യാവ് അതിൻ്റെ 17 വാക്യങ്ങളിൽ വചനപ്രകാരം പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്നത്ര പേര് ആ യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവെ, മറ്റൊന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല. കർത്താവെ, മറ്റു പലതിലും ഞാൻ ആശ്രയിച്ചപ്പോൾ അവിടെയെല്ലാം പരാജയമാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. കർത്താവെ, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ബന്ധുമിത്രാദികളെ, പല കാര്യങ്ങളും ഞാൻ ആശ്രയിക്കുന്ന സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കർത്താവെ, എന്നാൽ അവിടെ എല്ലാം പരാജയം ഞാൻ കാണുമ്പോഴും എൻ്റെ യേശുവിനെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം എന്ന് നമുക്കുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ പൂർണ്ണ ആശ്രയം മറ്റെന്തിനെ ആശ്രയിക്കുന്നതിന് മുന്നേ എൻ്റെ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് എൻ്റെ എല്ലാ വിഷയങ്ങളും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിക്കാമോ? ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ Lord. We praise you Jesus. അങ്ങേപ്പോലെ കർത്താവ് ഞാൻ വേറൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. യേശുവേ, എൻ്റെ പൂർണ്ണ ആശ്രയം കർത്താവ് ഞാൻ അങ്ങിലേക്ക് തരികയാണ്. കർത്താവേ, ഈ ലോക ജീവിതത്തിലെ കർത്താവെ ആ ഓട്ടം തികയ്ക്കുവാൻ അങ്ങൻ്റെ കൂടെ ഇല്ലെങ്കിൽ കർത്താവെ എനിക്കൊന്നും സാധ്യമല്ല എന്ന് ഞാൻ അറിയുമ്പോൾ തിരുകരങ്ങളിലേക്ക് കർത്താവെ അവൻ്റെ കരങ്ങളിലേക്കൊന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഇന്ന് ആ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ആശ്രയം യേശുവിലേക്ക്, സകല ആരാധനയും സകല സ്തുതികളും സകല പുകഴ്ചയും എൻ്റെ യേശുവിലേക്കൊന്ന് നീട്ടിയാട്ടെ. ഹല്ലേലൂയ. ആരാധന അങ്ങേയ്ക്ക് ആരാധന, യേശുവേ
ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് പൂർണ്ണതയോടെ ആരാധന ആരാധന Hallelujah, Lord. ആരാധന ആരാധന സകല ആരാധനയും സകല സ്തുതികൾക്കും യോഗ്യനായ യേശുവിനെ അങ്ങേക്ക് ആരാധന അങ്ങേ പോലെ ദൈവമേ ആരും ഈ ലോകേ അങ്ങയിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്നേ പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ അങ്ങയിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്നേ പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം ഓ ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ നിൻ വചനത്താൽ എന്നെ കഴുകേണമേ നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ എന്നെ മുറ്റുമായി യേശുവിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ ലോർഡ്. എന്നെ കഴുകണമേ ഗീതം എന്നെ നടത്തേണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന യേശുവേ പറഞ്ഞോട്ടെ നീ മാത്രം മതി യേശുവേ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം മതി പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ അതേ കർത്താവേ ഒരിക്കൽ കൂടെ യേശു മാത്രം മതി Oh Lord, we praise you, Jesus. അങ്ങ് മാത്രം മതി യേശുവേ
ഹല്ലേലൂയ, ഹല്ലേലൂയ ലോർഡ്. നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ പൂർണ്ണ ആശ്രയം കർത്താവ് അങ്ങിലേക്ക് ഞാൻ കരയറ്റുകയാണ് കർത്താവേ. മറ്റൊന്നിനും രക്ഷയില്ല എന്ന് ഞാൻ അറിയുകയാണ് കർത്താവേ. ഹല്ലേലൂയ. We praise you Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാമോ? ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ അങ്ങ് മാത്രം മതി കർത്താവ് എൻ്റെ ജീവിതത്തിൽ. കർത്താവേ, ഈ ലോകത്തിലുള്ള സമ്പാദ്യങ്ങളും കർത്താവെ, ലോകത്തിലുള്ളതൊന്നും കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. ആ നിത്യത എന്ന പ്രത്യാശയിൽ ജീവിക്കുവാൻ കർത്താവേ അങ്ങ് മാത്രം എൻ്റെ ജീവിതത്തിൽ മതി യേശുവേ. ഹല്ലേലൂയ. We praise you Jesus. ഹൃദയങ്ങളിൽ നിന്ന് ആരാധന വരട്ടെ. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ നിന്ന് ആരാധന വരട്ടെ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യേശു മാത്രം, യേശു മാത്രം സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ അതിൻ്റെ 62:8 വാക്യങ്ങളിൽ തിരുവചന ഇപ്രകാരം പറയുകയാണ്: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഈ ലോക ജീവിതത്തിൽ കർത്താവേ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കർത്താവേ അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവേ. എന്നാൽ ഞാൻ ഈ ലോകത്തിൽ ഒന്നും ആശ്രയിക്കാതെ എൻ്റെ ആശ്രയം മുഴുവൻ എൻ്റെ യേശുവിൽ ഞാൻ കൊടുക്കുകയാണ് കർത്താവേ. കർത്താവ് അങ്ങിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്നൊരു തീരുമാനം നമുക്കെടുക്കാം. ഹല്ലേലൂയ. കർത്താവ്, ഞാൻ പല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പലതിലും ആശ്രയിച്ചു. എന്നാൽ കർത്താവെ, എന്നെ സഹായിക്കുവാൻ, എന്നെ വഴി നടത്തുവാൻ അങ്ങേ ഞാൻ കർത്താവെ ആശ്രയിക്കാൻ മറന്നുപോയി. കർത്താവ്, ഇന്ന് ഞാനൊരു തീരുമാനമെടുക്കുകയാണ് കർത്താവ്. എൻ്റെ ജീവിതത്തിൽ ഏതു സാഹചര്യങ്ങളും ഏതു പ്രതികൂലങ്ങൾ വന്നാലും ആദ്യം എൻ്റെ യേശുവിനെ ഞാൻ ആശ്രയിക്കും. എനിക്ക് ആശ്രയിക്കുവാൻ എൻ്റെ യേശു മാത്രമുണ്ട്, യേശു മാത്രമേ ഉള്ളൂ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാനിന്ന് വിശ്വസിക്കുകയാണ് കർത്താവെ. സകല ആരാധനയും സകല സ്തുതികളും എൻ്റെ യേശുവിലേക്ക് കരയേറ്റാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കൊടുക്കാനുള്ള സമയമാണ്. ആമേൻ. 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുകയാണ്: ഞാൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വിശ്വാസികളുടെ ഇടയിലാണെങ്കിൽ പോലും ദൈവവചനത്തെക്കാൾ ഉപരിയായിട്ട് സാമ്പത്തികമായ ആവശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും മുൻപിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദാസനായ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്: ഞാൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ വിട്ടുകൊള്ളുവിനെന്ന്. നമുക്ക് ഇന്ന സമയത്തെല്ലാം ആവശ്യമെന്ന് സ്വർഗസ്വനായ പിതാവിനറിയാം. എന്തെല്ലാം നമുക്ക് ആവശ്യമാണോ അതെല്ലാം കർത്താവ് തക്ക സമയത്ത് നമുക്ക് തരും. അതനുഭവിച്ചും അതിപ്പോഴും ലഭ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും നമ്മളായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് കർത്താവിന് കൊടുക്കുവാൻ നമ്മൾ ഒരുക്കിയിരിക്കുന്ന ആ കാഴ്ച, ആ ഓഫറിങ് നമ്മുടെ കരങ്ങളിൽ എടുത്ത് പിടിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കൊടുക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ കൊടുക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമുക്ക് ഫിലിപ്പിയ ലേഖനം 6-ാം അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ അതിൽ ഏറ്റവും മനോഹരമായൊരു വർണ്ണന പൗലോസ് പറയുന്നുണ്ട്.
4 6 മുതലൊക്കെ വായിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിനും പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടുകൂടി അത്രേ അറിയിക്കുക അത്രേ വേണ്ടതെന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ താഴത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി സഭ, മക്കദോന്യ സഭ എന്നും കണക്ക് വരവ് ചെലവുകളൊന്നും അവിടെ കാണിക്കുന്നതൊന്നും അറിയിക്കുന്നതൊന്നും കാണുന്നില്ല. എന്നാൽ തെസ്സലോനിക്ക സഭയിൽ കർത്താവിൻ്റെ ദാസനായ പൗലോസിനെ 2 പ്രാവശ്യം സഹായിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിനെ സഹായിക്കുന്നത് അത്രയും കഷ്ടതയിലായിരുന്നത് കൊണ്ടിട്ടാണ് പൗലോസിനെ സഹായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോഴെല്ലാം ഉള്ളവരൊന്ന് കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. ഒന്നിനും കുറവില്ലാത്തവരൊന്ന് കരങ്ങൾ ഉയർത്തിയാനെ. കാരണം കരങ്ങൾ താഴ്ത്തിയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പൗലോസ് പറയുകയാണ്, അതിന് മുന്നത്തെ വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സമൃദ്ധിയിലിരിപ്പാനും താഴ്മയിലിരിപ്പാനും വിശന്നിരിപ്പാനും നഗ്നനായിരിക്കാനും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പൗലോസ് പിന്നീട് പറയുകയാണ്, ഇപ്പോഴെനിക്ക് യാതൊരു കുറവുമില്ല. എന്നാൽ പൗലോസിന്റെ കയ്യിലേക്ക് എപ്പഫ്രാദിത്തോസ് കൊടുത്തുവിടുന്ന ആ വലിയ സംഭാവനക്ക് അല്ലെങ്കിൽ ഓഫറിങ്ങിനൊക്കെ ദൈവം ബ്ലസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനടുത്ത വാക്യം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും. എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയും? സഭയിൽ കഷ്ടം അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മറ്റു രോഗാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയണം, എൻ്റെ കർത്താവ് അവൻ്റെ വലിയ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരും. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറത്തില്ല. നിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മേൽ നീ ഇത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായ ഒരു വിഷയത്തിൻ്റെ മേലിലാണ് നമ്മൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം. സങ്കീർത്തനം 55:22 പറയുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവിൻ, ഞാൻ നിന്നെ പുലർത്തും. അതിനടുത്ത വാക്യം പറയുകയാണ്, നീതിമാൻ കുലുങ്ങിപ്പോവുവാൻ ദൈവം ഇടവരുത്തുകയില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നീതിയോടും ദൈവത്തിൻ്റെ സത്യത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സകല നന്മകളും തന്ന് നിറയ്ക്കുവാൻ സ്വർഗം പ്രാപ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയെല്ലാം നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടോ ഒന്ന് പിന്നോട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, അവിടെയെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടും ഏറ്റവും സൗഭാഗ്യത്തോടുകൂടി നമ്മൾ നടത്തിയിട്ടുള്ളൂ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഓഫറിങ്ങിലുള്ളതെല്ലാം നമുക്ക് കരങ്ങളിൽ എടുത്ത് പിടിക്കാം. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ഒരാഴ്ചക്കാലങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അധ്വാനം അത് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ ബലമോ ഒന്നുമല്ല. സ്വർഗം ഞങ്ങൾക്ക് തന്ന ശക്തിയും ബലവുമാണെന്ന് ഞങ്ങൾ നന്നായി അറിയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവേ, നീ തരുന്നത് ആ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുപ്പാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കിയല്ലോ. അതിന് സ്നേഹത്തോടെ കർത്താവേ ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് പകലിലും കടന്നു വന്നവരുടെ ആരെങ്കിലും കയ്യിൽ കുറവുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും സമൃദ്ധിയായി അവരെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഒന്നിനും കുറവില്ലാത്ത വണ്ണം അവിടുത്തെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ദൈവമേ നീ അവരെ ശക്തീകരിക്കണമേ, നീ അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെ ഹല്ലേലൂയ നീ അവരെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അപ്പാ. പോരാ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഈ മനോഹരമായ ഈ കറുത്ത ദിവസത്തിൽ ഒരപ്പൻ്റെ മക്കളെന്ന പോലെ കൂടി വന്ന് അവൻ്റെ വചനം കേൾക്കുവാൻ, ആ വചനത്തിനകത്തുള്ള ജീവനെയും ആത്മാവിനെയും പ്രാപിച്ചുകൊണ്ട് ബലവാന്മാരായി ഇന്ന് പകൽ മടങ്ങേണ്ടതിന് അവിടുത്തെ വചനത്തിനെ
കേൾക്കുവാൻ നമ്മുടെ ചെവികൾ തുറക്കേണ്ടതിന്, ഹൃദയം തുറക്കേണ്ടത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പിൽ കടന്നു വരികയാണ്. അവിടുത്തെ മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനം കേൾക്കേണ്ടതിന് ഇന്ന് പകലിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ സ്വർഗം പരിശുദ്ധാത്മാവിനെ എല്ലാ ഹൃദയത്തെ അടച്ച് നല്ല നിലമാക്കി ഒരുക്കി കേൾക്കുന്ന വചനങ്ങൾ ആ ഹൃദയ പലകിൽ എഴുതി നിത്യവിജീവങ്കിലേക്ക് ഓടുന്നവരായി തീരുവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് ഫലം കൊടുക്കുന്നവരായി തീരുവാൻ, പിതാവിൻ്റെ മകനെന്ന് മകളെന്ന് വിളികേൽക്കുവാൻ തക്കവണ്ണം, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനങ്ങളെല്ലാം ജീവിതമായി തീരേണ്ടതിന് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, വന്നവരെല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സകല ഹൃദയം കൊണ്ട് നീ സംസാരിക്കണം. ഈ നിമിഷം മുതൽ കർത്താവ് ഒടുക്കം വരെ ഞങ്ങളുടെ ആത്മാവിൻ്റെ ചലനം, ജീവന തുടിപ്പുകൾ ഉണ്ടാകുവാൻ കർത്താവ് ഞങ്ങൾ ഏറെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ആ വചനത്തിനു വേണ്ടി കാംക്ഷിച്ചിരിക്കുന്നു. 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ യഹോവേ അവിടുത്തെ ന്യായപ്രമാണം, അവിടുത്തെ വചനം എത്ര വിലയേറുന്ന ഞാൻ അറിയുന്നു. നിന്റെ നാമത്തെക്കാൾ വിലയേറിയ നാമത്തെക്കാൾ അധികമായിരിക്കുന്ന അവിടുത്തെ വചനം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിപ്പാൻ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കരങ്ങൾ കേൾപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതാണ്. ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, മറന്നുപോയെന്ന് തോന്നുന്നു. വന്നില്ല. ഓർമ്മയുണ്ടോ നമ്മൾ നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം? ഓക്കെ, വരട്ടെ. മൈ കൊറോണേഷൻ ഡേ, എൻ്റെ കിരീടധാരണ ദിവസം. 2 ആഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ച്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മടുപ്പായോ? നോക്കിയേ, ഞാൻ ജയിച്ച പിതാവിൻ്റെ സിംഹാസനത്തിൽ അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ച്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ആ സ്വർഗീയ സിയോണിലേക്ക് വിളിച്ചിരിക്കുക. ഈ വിളി നിങ്ങളുടെ അകത്തോട്ടായിരിക്കണം. കാഴ്ചകൾ ഒട്ടനവധി ആഴ്ചകളായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ ആത്മമണ്ഡലങ്ങളിൽ രാജാവായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്കിന്ന് ആത്മമണ്ഡലങ്ങളിൽ വാഴുവാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നത്. ആണോ ഇല്ലയോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇടിച്ച്, ആകാശമണ്ഡലങ്ങൾ ഇടിച്ച്, ആത്മമണ്ഡലങ്ങൾ ഇടിച്ച് അത് പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കഴിവല്ല, നമ്മുടെ കഴിവല്ല. നമ്മുടെ കർത്താവ് ആത്മമണ്ഡലങ്ങളിൽ രാജാവായിരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വാക്കുകൾ സംസാരിക്കുമ്പോൾ, വാക്കുകൾ എറിയുമ്പോൾ ആ വാക്കിന്മേൽ ചലിക്കുന്നൊരു സാന്നിധ്യമുണ്ട്. ഒരു രാജാവിൻ്റെ സാന്നിധ്യമാണത്. ഹല്ലേലൂയ. അതാ നമ്മുടെ വാക്കുകൾക്ക് ഇത്രമാത്രം പ്രാധാന്യം ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ഉൽപ്പത്തിയിൽ ഉണ്ടാവട്ടെ നരളി ചെയ്ത കർത്താവിന്റെ അതേ അപ്പന്റെ മക്കൾ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വാക്കിന്മേൽ ജീവൻ കൊടുക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതകൾ വിട്ടുപോകുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ രാജാവ്, നമ്മുടെ കർത്താവ് ആത്മമണ്ഡലങ്ങളിൽ രാജാവായിരിക്കുന്നു എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പിന്നീട് 1000 ആണ്ടിൽ രാജാവാകുമെന്നൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു, കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മളെക്കുറിച്ചാണ്. നമ്മുടെ രാജവാഴ്ച എങ്ങനെയാണ് നമുക്ക് കിരീടം ലഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അല്പമായി കണ്ടായിരുന്നു, അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. യേശു കർത്താവ് ഒരു ബാലനായി കുഞ്ഞായിരിക്കുമ്പോൾ അവന്റെ തലയിൽ അവൻ രാജാതിരാജാവാണ്, അവൻ യഹൂദ ഗോത്രത്തിന്റെ രാജാവാണെന്നൊക്കെ പറഞ്ഞിട്ട് യേശു കർത്താവ് ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന്റെ തലയിൽ എന്തില്ല? നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ ആയിരിക്കുക. കിരീടമില്ലേ? എന്നാൽ പിന്നീട് ജനം വെച്ചു കൊടുത്ത ഒരു മുൾക്കിരീടമുണ്ട്. മോക്കറി, കളിയാക്കലിന്റെയും തിന്മയുടെയും നിന്ദയുടെ പരിഹാസത്തിന്റെയും കിരീടം മനുഷ്യൻ വെച്ചു കൊടുത്തു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ വെച്ച് ദർശനം കാണുമ്പോൾ അവിടെയും യേശുവിന്റെ തലയിൽ എന്തില്ല? കിരീടമില്ല. നമുക്ക് കണ്ടായിരുന്നു. അതിനുശേഷം 14 വക്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോൾ യേശുവിന്റെ തലയിൽ ഒരു കിരീടമുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. അതിനെക്കുറിച്ചൊക്കെ ഒരു അല്പം വാക്കുകൾ ഞാൻ പിന്നീട് സംസാരിക്കും. പല വ്യത്യസ്തമായ വാക്കുകളാണ് സ്റ്റെഫാനോസ് എന്നൊക്കെ പറഞ്ഞ് പല വ്യത്യസ്തമായ വാക്കുകൾ അവിടെ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടെ അല്പമായി പിന്നീട് ഞാൻ സംസാരിക്കും. തുടർന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് യേശുവിന്റെ തലയിൽ അനേക രാജമുടികൾ. ഇംഗ്ലീഷിൽ മെനി ക്രൗൺസ്, ഒരുപാട് കിരീടങ്ങൾ അവൻ്റെ തലയിലുണ്ട്. അവൻ ജയാളിയായവൻ്റെ കിരീടങ്ങൾ തലയിലുണ്ട്. രാജകീയ ഒരു രാജാവിൻ്റെ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഡിയാഡം എന്ന് പറയുന്ന ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരുവൻ്റെ കിരീടം, ഒട്ടനവധി കിരീടങ്ങൾ അവൻ്റെ തലയിലുണ്ട്. അപ്പോൾ തന്നെ അതോരോന്നും നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേക രാജമുടികൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ മെനി ക്രൗൺസ് കർത്താവിൻ്റെ തലയിലുണ്ട്. അത് ജയാളികളായി നമ്മൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് പ്രാപിക്കാൻ പോകുക. ഇതിനു വേണ്ടിയൊന്നും അല്ല നമ്മൾ ഓടുന്നത്, ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയാണ്.
ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തേക്കണം, ഞാൻ എൻ്റെ വിഷയത്തിൽ അല്പം ഒന്ന് പൊക്കി പറയും, അത് വേറെ കാര്യം, അതെൻ്റെ വിഷയമായതുകൊണ്ടാണ്. പക്ഷേ മൂപ്പന്മാരൊക്കെ ആ കിരീടങ്ങളൊക്കെ പ്രാപിച്ച് അവസാനം അവിടെ ചെല്ലുമ്പോൾ ആ തിരുമുഖത്തേക്ക് നോക്കിയാൽ ഇതൊന്നും ഒന്നുമല്ല നമുക്ക്, അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കളയും. അങ്ങയുടെ മുഖം മാത്രം ഈ ആയുസ് മുഴുവനും അല്ലെങ്കിൽ നിത്യം മുഴുവനും നിന്റെ മുഖം മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു വാക്കുകളൊക്കെ അവിടെ നമുക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? പ്രതിഫലം നോക്കിയിട്ടല്ല നമ്മളിവിടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്. നിത്യത്തിൽ ഭവനമുണ്ട്, നിത്യത്തിൽ കിരീടങ്ങളുണ്ട്, വാഗ്ദത്തങ്ങൾ, അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കുള്ളതാ. അതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇത്തിരി അങ്ങ് പൊക്കി പറയും, അത് വേറെ കാര്യം. ഒന്നും വിചാരിച്ചേക്കരുത്, അതെൻ്റെ വിഷയമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. പക്ഷേ ഇതൊക്കെ പ്രാപിച്ചുകൊണ്ട് നമ്മൾ ആ സിംഹാസനത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, ഒരു ദിവസം ആ പിതാവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, ആ തിരുമുഖത്തേക്ക് നോക്കിയാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞ ആ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, പിതാവിന്റെ മുഴുവാക്കുകളും അനുസരിച്ച് കാൽവരി കുരിശിൽ അവസാനം ആ നിമിഷം വരെയും സന്തോഷത്തോടെ ക്രൂശിലെ ആ വേദനകൾ അനുഭവിച്ച കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇതൊന്നും നമുക്കൊന്നും വേണ്ട, അവൻ മാത്രം മതി. ഹല്ലേലൂയ. ഈ ആയുസ്സിൽ ഞാൻ എന്നും പറയാറുണ്ട്, എവിടെയും പറയാറുണ്ട്, ഈ ആയുസ്സിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എനിക്ക് ലഭിക്കാൻ പോകുന്ന കിരീടങ്ങളല്ല, എനിക്ക് സ്വർഗത്തിലുള്ള അനേക വാസസ്ഥലങ്ങളല്ല, എനിക്ക് ലഭിക്കാൻ പോകുന്ന വാഴ്ചകളും അധികാരങ്ങളുമല്ല, 5 പട്ടണമോ 10 പട്ടണത്തിലോ ഒരു അധികാരമല്ല. എനിക്ക് എൻ്റെ കർത്താവിനെ കാണുക, അവനാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഹല്ലേലൂയ. അതായിരിക്കണം. മറ്റതൊന്നും ദശാംശം കൊടുക്കുന്നത്, നമ്മൾ കർത്താവിന് വേണ്ടി ഓടുന്നത്, പ്രയർ വാക്ക് പ്രയർ ആയിട്ട് ചെയ്യുന്നതൊക്കെ അവൻ്റെ മുഖം കാണുവാൻ, അവന് വേണ്ടി ചെയ്യാൻ വിളിച്ച ആ വിളിയുണ്ടല്ലോ, അവൻ നമ്മൾ കാണിച്ചത് കരുണ മാത്രമാണ് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഞാൻ അല്പമായി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഒരുപക്ഷെ 1-2 ക്ലാസ് എടുത്തേക്കാം, എന്നാലും കുഴപ്പമില്ല. കിരീടങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഒന്നേ മിണ്ടാതിരിക്കുന്നത്, ഞാനത് തുടങ്ങി വെച്ച് പോകണം, ഇല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് അത്ര നീട്ടിക്കൊണ്ട് പോകത്തില്ല, ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചേനെ. പക്ഷേ എന്തോ കർത്താവ് വീണ്ടും ഇത് തന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ അല്പം പോലും ഞാൻ അല്പമേ എടുത്തിട്ടുള്ളൂ ഇതിനെക്കുറിച്ച്. നോക്കിയേ, ബൈബിൾ പഠിക്കുമ്പോൾ 5 തരം കിരീടങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. എന്നോടൊന്ന് പ്രതികരിക്കണേ, ഇല്ലെങ്കിൽ ആ കൊച്ചു പറഞ്ഞ പോലെ ഞാനും പറയും. മോളെന്ന് പറഞ്ഞില്ലേ, ജീവനുണ്ടോന്ന് ഞാൻ ചോദിക്കുക ഇടക്കിടക്കിലേക്ക്. നോക്കിയേ, 5 തരം കിരീടങ്ങളെ ഉണ്ട്. അത് അല്പമായിട്ട് ഒരെണ്ണമെങ്കിലും ഞാൻ അത്യാവശ്യമായി നിങ്ങളോട് സംസാരിക്കും. ബാക്കിയെല്ലാം എടുക്കും, അല്പം ഒടിച്ചു വിടാം. എന്നാലും ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കും. 5 തരം കിരീടങ്ങൾ വേദോസ്തത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ജയാളികളായി നമ്മൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കിരീടങ്ങളെ കുറിച്ചാണ്. ഈ തൊപ്പികൾ പല കളർ തൊപ്പിയുണ്ട്, ഇതൊന്നും ആയിരിക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം, പാസ്റ്റർ ഞങ്ങൾ അങ്ങനെയല്ല പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് ആ പഠിപ്പിച്ച തൊപ്പി വേണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കർത്താവും കുഴഞ്ഞു പോകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ എന്താണെങ്കിലും 5 തരം തൊപ്പി അവിടെയുണ്ട്. അതിനെക്കുറിച്ച് ഓരോ കിരീടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, വാടാത്ത കിരീടമുണ്ട്, പ്രശംസാ കിരീടമുണ്ട്, നീതിയുടെ കിരീടമുണ്ട്, ജീവ കിരീടമുണ്ട്, തേജസ്സിന്റെ കിരീടമുണ്ട്. ഞാൻ അല്പം സ്പീഡിൽ ഓടും, കാരണം അത് സമയക്കുറവുണ്ട്, ഇത്തിരി സ്പീഡിൽ ഞാൻ കൂടി ഓടും. ഈ 5 കിരീടങ്ങളും നമുക്ക് എങ്ങനെ ലഭിക്കാൻ പോകുന്നു എന്ന കാര്യങ്ങളിൽ മറന്നു പോകരുത്. അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ഈ ആയുസ് നമ്മൾ സൺഡേ വിശ്വാസികളായി പലപ്പോഴും ഇരിക്കുകയാണ്. ടൂറിസ്റ്റ് വിശ്വാസികളെ പോലെ, സൺഡേ മാത്രം വരുന്ന ടൂറിസ്റ്റ് വിശ്വാസികളെ പോലെ വന്നു പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ചില കാര്യങ്ങൾ ഇതൊക്കെ പ്രാപിക്കാൻ കർത്താവ് വെച്ചിരിക്കുക. ഈ 5 കിരീടങ്ങളും 5 പ്രത്യേകമായ പ്രവർത്തികളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. വിശ്വാസമാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം. അമ്പേ വിശ്വാസമാണ്. ആദ്യം മുതൽ ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത് ഒക്കെ ഫെയ്ത്തിലാ വിശ്വാസ ജീവിതം. പക്ഷേ വിശ്വാസം പ്രവൃത്തിയിലൂടെ പരിണമിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം ചത്ത വിശ്വാസം എന്ന നമ്മുടെ യാക്കോബേട്ടൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടത് ചെയ്തിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസം പ്രവൃത്തിയിൽ കൂടി വരണം. പ്രവൃത്തിയല്ല, വിശ്വാസം പ്രവൃത്തിയായി പരിണമിക്കണം. വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെട്ട് വരണം. വചനം പഠിച്ചവരാ നമ്മുടെയൊക്കെ അകത്ത് ഒരുപാട് വചനമുണ്ട്. പക്ഷെ പരീക്ഷാ വേളകളിൽ ആ വചനം ജീവിതമായി മാറണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അവിടെയാണ് വചനത്തിന് പ്രാധാന്യമുള്ളൂ. അല്ലാതെ വേറെ ഒരു ഗുണവും, ആ വചനം കേട്ടതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം വചനം എൻ്റെ ജീവിതമായി മാറണം. സ്വർഗത്തിലിരുന്ന കർത്താവ് ഭൂമിയിൽ 2 കൈയും 2 കണ്ണും 2 കാലും മൂക്കും നാക്കൊക്കെ വെച്ച് ഭൂമിയിൽ നടന്നതുപോലെ, സ്വർഗത്തിൽ വചനമായിരുന്നവൻ ഭൂമിയിൽ നടന്നതുപോലെ അതേ വചനം നമ്മുടെ ജീവിതത്തിൽ അകത്ത് വന്നിട്ട് ആ വചനത്തിൽ നാം നടക്കാൻ തുടങ്ങണം. ഇത് എത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ ഒന്ന്, വാടാത്ത കിരീടം നമുക്ക് ലഭിക്കും. അത് എങ്ങനെയെന്ന് വെച്ചാൽ സുവിശേഷത്തിന് പങ്കാളിത്തമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സൺഡേ വന്നു പോകുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാ. വാ തുറക്കാൻ ലജ്ജയുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല, കിട്ടത്തില്ല. ഉള്ള കാര്യം പറയാം, കിട്ടത്തില്ല. അപ്പോൾ ഇത് സുവിശേഷത്തിന് പങ്കാളിത്തമുള്ളവർക്കാണ് വാടാത്ത കിരീടം. 2, പ്രശംസാ കിരീടമുണ്ട്. അത് മനുഷ്യരെ നേടിയെടുക്കുന്നവർക്കുള്ളതാണ്. അത് പിന്നീട് ഞാൻ സംസാരിച്ചോളാം. മനുഷ്യരെ നേടുക എന്നുള്ളത്, ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം.
മനസ്സിലാവുന്നുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഞാനിപ്പോൾ പിന്നീട് സംസാരിക്കും. നീതിയുടെ കിരീടം പരീക്ഷ സഹിക്കുന്നവർക്കാ വരുന്നു. പരിശോധന, പരീക്ഷ, കഷ്ടം വരുമ്പോൾ ഒരു 7 ഉപവസിച്ചും 21 ഉപവസിച്ചും അതിനെ ശാസിച്ച് പുറത്താക്കുകയല്ല. അത് എന്താ പറയുക, അനുവദിച്ചു തന്നത് സ്വർഗമാണ്. അത് അങ്ങോട്ട് സഹിക്കാനുള്ള മനസ്സുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് വേണമെങ്കിൽ ശാസിച്ച് പുറത്താക്കാം. അറിവുകേട് കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തേക്ക് തരുന്ന പരീക്ഷകൾ, പരിശോധനകളൊക്കെ നമുക്ക് ശാസിക്കാം. പിന്നെ ഒരിക്കലും അത് വരത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പക്ഷേ നഷ്ടമാകുന്നത് നമുക്കാണ്. ആ പരിശോധനയിൽ, ആ പരീക്ഷയിൽ സഹിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. ആ സഹനമാണ് എന്നെ രാജാവായി വാഴിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? പിറുപിറുക്കാതെ ക്രൂശിലോളം സന്തോഷത്തോടെ സഹിച്ച കർത്താവിൻ്റെ മനസ്സ് ഒന്ന് നിന്നാ മതി. അതുകൊണ്ട് എപ്പോഴും ആ ക്രൂശിലെ കർത്താവിനെ ധ്യാനിക്കാൻ പറയുന്നത്. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും ധ്യാനിക്കാൻ എന്തിനു വേണമെന്ന് അറിയാമോ? അവൻ സഹിച്ചതുപോലെ സഹിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടിയാ. അവൻ ജയിച്ചതുപോലെ എനിക്ക് ജയിക്കാൻ വേണ്ടിയാ. അവനെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുമ്പോഴേ നമുക്കത് ലഭിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പരിശോധനകൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ ഓടി ഒളിക്കും. ആദമിനെ പോലെ, ഹവ്വയെ പോലെ മരത്തിന്റെ പുറകിൽ പോയി ഒളിക്കും നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മേൽ കുറ്റം പഴിചാരും. അപ്പോൾ അതൊക്കെ നഷ്ടമാകാൻ ഇടയുണ്ട്. പരീക്ഷ സഹിക്കുന്നവർക്ക് മാത്രമേ അതുള്ളൂ. അതൊക്കെ ആഴമായി പിന്നീട് പഠിക്കും. 5 ജീവകിരീടം അവന്റെ പ്രത്യക്ഷതയ്ക്ക് പ്രിയം വെച്ചവർ. അതൊന്നും മിണ്ടിയില്ല. അതിനുവേണ്ടിയാ ജീവിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടിയാ ജീവിക്കുന്നത്. അവന്റെ പ്രത്യക്ഷതയ്ക്ക്, അവിടുത്തെ പ്രത്യക്ഷതയും എൻ്റെ സമാഗമനവും. അതാണ് നമ്മുടെ വിഷയം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും ജീവന്റെ തുടിപ്പിടിക്കുന്ന വിശ്വാസം. ഇതാണ് അവന്റെ പ്രത്യക്ഷതയും എൻ്റെ സമാഗമനവും. അത് ജീവകിരീടം നമുക്ക് ലഭിക്കും. അടുത്ത 5-ാമത്തെ കിരീടം തേജസ്സിന്റെ കിരീടമാണ്. അത് അവന്റെ ആടുകളെ പരിപാലിക്കുന്നവർക്ക് എല്ലാവർക്കുമല്ല. കാലൊടിഞ്ഞതിനെയും, അല്ലേ, കൊമ്പുള്ളതിനെയും, 3 കൊമ്പുള്ളതിനെയും 4 കൊമ്പുള്ളതിനെയും ഈ ലൂസ് മോഷൻ ഉള്ളതിനെയൊക്കെ ചുമക്കേണ്ട ഗതികേട് വേറെ ആർക്കും അല്ല. അത് അവർക്കുള്ളത് മാത്രമാണ്. അത് പേടിക്കേണ്ട. പിന്നീട് ഞാൻ സംസാരിച്ചോളാം. സന്തോഷമാണോ ഇല്ലയോ? ഓക്കെ. ഞാൻ ഇതിനെക്കുറിച്ച് അല്പം സംസാരിക്കാൻ പോകുന്നത് വാടാത്ത കിരീടത്തെക്കുറിച്ച്. കാരണം ഈ വർഷം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ കോർ ഗ്രൂപ്പ് കൂടിയപ്പോൾ ഞാൻ സംസാരിച്ച വിഷയമാണ്. നമുക്കിനി അത്യാവശ്യം ദൈവകുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്തിനു വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചതെന്നും എന്തിനു നാം സഭയിലായിരിക്കുന്നതെന്നൊക്കെ ചെറിയൊരു വെളിപ്പാട് അനേക ഹൃദയത്തിൽ വീട് കഴിഞ്ഞിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയിലും വാക്കിലും അവരുടെ പ്രാർത്ഥനയിലും അവരുടെ ഫോൺ കോളുകളും അവരുടെ എന്താ പറയുക, ഈ വാട്സപ്പിലൊക്കെ ഈ സ്റ്റാറ്റസ് ഒക്കെ പറയില്ല, ആ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ അതിലൊക്കെ അവരുടെ ഹൃദയം എന്താണെന്ന് അവിടെ കാണാൻ കഴിയും. അനേകരുടെ സാക്ഷികൾ പറഞ്ഞു, നമുക്കിനി ആവശ്യം ഇത് വർദ്ധിച്ച് വെളിപ്പാട് വർദ്ധിച്ച് വന്ന് തല പുണ്ണായി പിന്നെ തലയിൽ കൊമ്പ് വളച്ച് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയല്ല. ഇനി ലഭിച്ചത് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് സുവിശേഷീകരണം. മനസ്സിലാവുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ ഞങ്ങൾ തീരുമാനമെടുത്ത് ഈ വർഷം ഏറ്റവും അധികമായി രാവും പകൽ നമ്മൾ ഓടുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് മലയാളം സഭയ്ക്ക് ഒരു വണ്ടി വേണമെന്ന് ഞാൻ പറയുന്നത്. ഒരു ഈക്കോ വണ്ടി. 2 ഹല്ലേലൂയ കേട്ട് 3 കേട്ട് ഒരു അര കൈ പൊങ്ങി, മുക്കാൽ കൈ പൊങ്ങി, ഒരു ഫുൾ കൈ പൊങ്ങി, നല്ല കാര്യമാണ്. നമുക്കൊരു വണ്ടി വേണം. നമ്മളൊരു ഇനി ഇവിടുത്തെ ലേഡീസ് ആണെങ്കിലും, ലേഡീസ് കൂടുതൽ ലേഡീസ് ആണെങ്കിലും അവരെ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ച് അവരും ഇറങ്ങാൻ പോവുകയാണ്. പുരുഷന്മാർക്ക് ഒട്ടും പിടിച്ചില്ല, ഒന്നും മിണ്ടിയില്ല, ഒരെണ്ണം പോലും മിണ്ടില്ല. ഓക്കെ, അപ്പോൾ എന്തുമാകട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ പേഴ്സണൽ പ്രാർത്ഥിക്കുക, കർത്താവ് നമുക്കൊരു ഈക്കോ കാറ് തരട്ടെ. അതിനുവേണ്ടി 8-9 പേര് സുഖമായിട്ട് പോകും. നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. യൂത്തിന് വേണ്ടിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരോ ജംഗ്ഷനുകളിലൊക്കെ ചെറിയ പാർക്ക് പോലെയൊക്കെ ജംഗ്ഷൻ ഉണ്ട്, ചെറിയ മിക്കയിടത്തുണ്ട്. നമ്മളത് കോർപ്പറേഷനൊക്കെ മേടിച്ചിട്ട് ഒരു വർഷിപ്പ് നൈറ്റാണ്, എന്തെങ്കിലും പേര് ഇട്ടോട്ടെ, എന്തെങ്കിലും പേരിട്ടിട്ട് നമ്മൾ സുവിശേഷീകരണം അതിനുവേണ്ടി ട്രാക്ട് അടിക്കാൻ പോവുക. ആർക്കെങ്കിലും നല്ല ട്രാക്ട് ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ ഞാൻ അതിൻ്റെ കോപ്പി എടുത്ത് നല്ലതൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കും. ഈ വർഷം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. അതെ, ഇത്രയും പേരുടെ സ്വരമൊന്നും അല്ല ഇവിടെ കേൾക്കേണ്ടത്. എന്തുമാകട്ടെ, ഞാൻ വിടുന്നു. വാടാത്ത കിരീടം, നമുക്ക് വാടാത്ത കിരീടം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. നിങ്ങൾ കണ്ടേ മതിയാവൂ, അകത്തു കണ്ടേ മതിയാകും. ഞാൻ ഈ ദിവസം രാവിലത്തെ സെക്ഷനിൽ എന്ന് പറഞ്ഞായിരുന്നു, വിശ്വാസമുള്ളവരാ നമ്മളെല്ലാവരും. ആണോ ഇല്ലയോ? വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? യെസ്. നമ്മുടെ രക്ഷയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യമാണ് വിശ്വാസം. പ്രത്യാശയ്ക്ക് വിടാതെ പിന്നീട് ഞാൻ എടുത്തോളാം അതിനെക്കുറിച്ച്. വിശ്വാസം, ഈ വിശ്വാസത്തിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു അടിസ്ഥാനം ആണല്ലോ. പനി മാറും, വീട് കിട്ടും, കാർ കിട്ടും എന്നുള്ള അതല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ലോകത്തിന്റെ വിശ്വാസമാണ്. അത് പ്രാപിച്ചാലും വീട് കിട്ടിയാലും കാർ കിട്ടിയാലും നരകത്തിലേക്ക് പോകാൻ കഴിയും. ഞാൻ പറയുന്നത് അതല്ല. വിശ്വാസത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എങ്ങനെ കിട്ടുമെന്നറിയാമോ? ദൈവം വെളിപ്പെടുത്തി തന്ന വചനത്തിന്മേലുള്ള വിശ്വാസമായിരിക്കണം.
എൻ്റെ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവം വെളിപ്പെടുത്തി തന്ന വചനത്തിന്മേലുള്ള വിശ്വാസമാണ് എന്നെ ഇതുപോലെ കിരീടങ്ങൾ പ്രാപിക്കുവാൻ പ്രാപ്തനാക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്നത്? എല്ലാ വചനമല്ല, ഒരുപക്ഷെ വചനങ്ങൾ ഇഷ്ടം പോലെ വായിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ 10,000 തവണയെങ്കിലും ഈ പുസ്തകം തിരിച്ചും മറിച്ച് വായിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ പലതും എനിക്കിന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ എൻ്റെ അകത്ത് കർത്താവ് വെളിപ്പാടാക്കിയ വചനമുണ്ട്. അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. അത് പ്രാണൻ പോകേണ്ടി വന്നാലും അതിന് കുലുക്കമുണ്ടാകത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വണ്ടിക്ക് ബ്രേക്ക് പൊട്ടി ഹൈ റേഞ്ചിൽ നിന്നും താഴേക്ക് പോകേണ്ട ആ സമയത്തൊക്കെ അകത്ത് വന്ന വചനത്തിൻ്റെ വിശ്വാസത്തിന്മേൽ നിന്നത്. അതേ വണ്ടി കൊണ്ട് വീണ്ടും 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയി അവിടെ പോകണമെങ്കിൽ വിളിച്ചവനെ കുറിച്ചുള്ള വിശ്വാസവും അവൻ തന്ന അകത്ത് വെളിവാക്കിയ അല്ലെങ്കിൽ വെളിപ്പാടാക്കിയ പ്രകാശമാക്കിയ ആ വചനത്തിന്മേലാണ് നമ്മുടെ വിശ്വാസം പുറപ്പെട്ടു വന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും കൊക്കയിൽ കിടന്ന് നമ്മളൊക്കെ എല്ലാവരും ആണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പാടായി വരണം. ഒന്നാമത്തെ കാര്യം, വാടാത്ത കിരീടം. വാക്യം 1 കൊരിന്ത്യർ 9 അധ്യായം 23 മുതൽ 27 വരെ പഠിക്കുമ്പോൾ, ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഇത് നമുക്കിന്ന് അകത്ത് കയറണം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം. അപ്പോൾ പൗലോസിന്റെ വാക്ക് പഠിച്ചാൽ, ഞാൻ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുകയാണ്. അത് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ഉണ്ണുന്നത് പോലും സുവിശേഷത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. താഴേക്ക് ഞാൻ എഴുതിയിട്ട്, പൗലോസ് കൂടാരം പണിതത്, പൗലോസ് അവിടെ കപ്പൽ യാത്ര ചെയ്തത്, കപ്പൽ ഛേദം ചെയ്ത ദിവസങ്ങളോളം ആ മരക്കഷത്തെ ആ തണുത്ത് വിറച്ചൊഴുകുന്ന ആ വെള്ളത്തിന്മേൽ കിടന്നത്, അല്ലേ? യേശു കർത്താവ് നമുക്ക് എത്ര പ്രാവശ്യം പറയും, യേശു കർത്താവ് കൊണ്ടതിനേക്കാൾ എത്രയോ അധികമായിട്ടാണ് പൗലോസ് 195 പ്രാവശ്യം അടിയേറ്റത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയോ പ്രാവശ്യം ഇതൊക്കെ അവൻ അനുഭവിച്ചത് എന്തിനു വേണ്ടിയാ? കർത്താവിന് വേണ്ടി രാവും പോലും വേല ചെയ്ത് എന്തിനു വേണ്ടിയാ? ഞാൻ നീ ചോദ്യം അതാ, അല്ലേ? സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടത് ഞാൻ സകലവും സുവിശേഷ നിമിത്തം. ഇതിൻ്റെ എല്ലാം ഉത്തരം എന്താ? പൗലോസ് ഇത് എഴുതുമ്പോൾ അവൻ കപ്പൽ ക്ഷേത്രത്തിൽ അകപ്പെട്ടു പോയത്, അടിയേറ്റത്, അനേക കഷ്ടങ്ങൾ അനുഭവിച്ചത് ഞാൻ പിന്നീട് സംസാരിച്ചോളാം. ഇതൊക്കെ അനുഭവിക്കുമ്പോൾ അതൊക്കെ സഹിക്കുവാനുള്ള കെൽപ്പ്, അല്ലേ, എന്താ പറയുക, അതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി പൗലോസിന്? അതുകൊണ്ട് റോമർക്ക് ലേഖനം 1-16 വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് എന്തില്ല? ഒരു ലജ്ജയുമില്ല. ബൈബിൾ കവറിൽ പൊതിഞ്ഞ് പോക്കറ്റിലിട്ട് പിന്നെ ബൈബിൾ കൊണ്ടുവരാൻ മടിയെന്ന് അനേകർക്കും. കാരണം ഞോണ്ടിക്കൊണ്ടിരുന്നാൽ മതി, മൊബൈൽ ഞോണ്ടാനുള്ളത് കൊണ്ട്. അത് ആരുടെ മുമ്പിൽ ലജ്ജയുമില്ല. ലോകക്കാരുടെ മുമ്പിൽ നമുക്ക് മാന്യത കിട്ടും, ലോകത്തിൽ നമുക്ക് മാന്യത കിട്ടും. ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും മിണ്ടിയില്ല, കുഴപ്പമില്ല. ശ്രദ്ധിച്ചു നോക്കിയേ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. കാരണം ആ പുസ്തകമുണ്ടല്ലോ നമ്മുടെ ചങ്കിലോട് ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പൗലോസിന്റെ വാക്ക് ഞാൻ പറയുന്നത്. ഇവിടെ നോക്കിയേ, അവന് ആ സുവിശേഷത്തിൽ പങ്കാളികളായി തീരുകയാണ്. ഞാനത് സുവിശേഷ നിമിത്തം ചെയ്യുകയാണ്. എന്ത് ചെയ്താലും സുവിശേഷ നിമിത്തമാണ്. ഉണ്ണുന്നതും ഉറങ്ങുന്നതും, മനസ്സിലാവുന്നുണ്ടോ? ഓടുന്നതും ജോലിയെടുക്കുന്നതും വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്നതും കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നതും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സുവിശേഷത്തിന് വേണ്ടി ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കേട്ട സുവിശേഷം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഒരു വ്യക്തിപരമായ ഒരു മനുഷ്യന്റെ ജോലിയല്ല ഇത് കർത്താവ് വിളിച്ചിരിക്കുന്ന, അവന്റെ ജീവൻ പകർന്നിരിക്കുന്ന, അവന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്ന ഏത് ദൈവ പൈതലിലും അത് ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അനേകം നല്ലവണ്ണം ഓട്ടമോടി, പക്ഷേ വഴിയാത്രയിൽ വിട്ടുപോയി. മനസ്സിലാവുന്നുണ്ടോ? ഇത് അന്ത്യത്തോളം തികക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ, കർത്താവ് ക്രൂശിൽ കിടന്നത് പോലെ ഇങ്ങനെ വാക്ക് പറഞ്ഞു, സകലതും നിവൃത്തിയായി, അല്ലേ? സ്വർഗത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ എല്ലാ താളുകളും ഓരോ ദിവസം മറിച്ച് അവസാനം 200 പേജിന്റെ പുസ്തകം മറിച്ചിട്ട് അവസാനം കുത്തിട്ട് ശുഭമെന്ന് എഴുതി കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചു, എനിക്ക് വേണ്ടി കാത്തിരിക്കുക സ്വർഗത്തിൽ കിരീടങ്ങൾ. ആ മറിച്ച് അവസാന കുത്തുവരയിട്ടിട്ട് നമുക്ക് വേണ്ടി സ്വർഗമൊരുക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല. എഫേസ്യർ 2-8 വാക്യം പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ കാരണമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് തൊട്ടടുത്ത വാക്യം 9-10 വാക്യം പറയുക, നിങ്ങൾ ചെയ്തു പോരേണ്ടത് അവൻ നിങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു പുസ്തകമുണ്ട്. നമുക്ക് വേണ്ടി മാത്രം വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അവിടെ ഇരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഓരോ ദിവസം രാവിലെ തോറും തുറന്നു വെച്ച കർത്താവേ, അതിൽ എന്താണ് എന്നെ കുറിച്ച് അറിയിക്കുന്നത്, അത് ചെയ്യുവാൻ അടിയൻ ഇതാ എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഒരു ഭക്തൻ. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ ജീവിതം അതാണ്. എൻ്റെ ഇഷ്ടം പറയാനല്ല,
എനിക്കെൻ്റെ ബിസിനസ് വളരണം, ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ജോലിയിൽ എനിക്ക് നന്മയുണ്ടാകണം, ഇന്ന് എൻ്റെ ശമ്പളം ഇന്ന് തന്നെ കിട്ടണം. നല്ലൊരു ഭക്തന്റെ പ്രാർത്ഥന, പിതാവേ എന്നെക്കുറിച്ച് നിന്റെ പുത്രന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ പ്രവൃത്തികൾ നീ ഇന്ന് കാണിച്ചു തരണമേ, അത് ചെയ്യുവാനുള്ള അഭിഷേകം നൽകണമേ. അതാ യഥാർത്ഥ മകൻ. മാലാഖി പുസ്തകം 3-ാം അധ്യായം ലാസ്റ്റ് വാക്യത്തേക്ക് വരുമ്പോൾ, ഒരു പിതാവ് മകനെ ആദരിക്കുന്നത് പോലെ അന്നാളിൽ ആ ദിവസം നമ്മെ ആദരിക്കുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് അനേകർ ലജ്ജിച്ചു പോകുന്ന ദിവസമായിരിക്കും, അനേകർക്ക് മാനം കിട്ടുന്ന ദിവസമായിരിക്കും. നമുക്കിന്ന് അന്വേഷിക്കുന്ന പലതും കർത്താവ് നമ്മെ മാനിക്കും ബ്രദറെ, നിങ്ങളുടെ മക്കളിലൂടെ ദൈവം നമ്മളെ മാനിക്കും ബ്രദറെ. അങ്ങനെയാണെങ്കിൽ ഇരിപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഈ തലമുറയിൽ ഒരു മാനം കിട്ടത്തില്ല. പിന്നെ മാനം കിട്ടിയാൽ ഓർത്താൽ മതി, നാം കർത്താവിൻ്റെ മക്കളും ആയിട്ടില്ല. എന്താ മിണ്ടുന്നില്ല നിങ്ങൾ? ഈ ലോകത്തിൽ മാനം കിട്ടാനും നന്മ കിട്ടാനുമാണ് നമുക്ക് കർത്താവ് പറയുമെന്നെങ്കിൽ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ രക്ഷയും നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നതൊക്കെ നമ്മൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പച്ചമരമായ കർത്താവിനോട് ഇതേ ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറമായി നമ്മോടൊന്നും കിട്ടാൻ പോകുന്നില്ല. സ്വന്തക്കാരിലേക്ക് വന്ന് സ്വന്തക്കാരെ തള്ളിക്കളഞ്ഞു, അതിനപ്പുറമായി നമുക്കൊന്നും കിട്ടില്ല. ഈ ലോകം നമ്മെ ആദരിക്കുന്നുവെങ്കിൽ ഓർത്താൽ മതി, നാം ലോകക്കാരാകുന്നതുകൊണ്ടാ, നാം ലോകത്തിന്റെ കൂടെ ഉള്ളവരായതുകൊണ്ടാ. ഒരുപക്ഷെ രക്ഷ കേട്ട് കാണും, പക്ഷെ ഒരു കാലം ഇപ്പോഴും ലോകത്തിലാ. മനസ്സാവുന്നുണ്ടോ? എത്രക്ക് മനസ്സാവും ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പൊ പൗലോസ് സുവിശേഷത്തിൽ പങ്കാളിയാകേണ്ടത് ഞാൻ സകല സുവിശേഷ നിമിത്തം ചെയ്യുന്നു, ഓടിച്ചു വിട്ടേക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുകയുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. ഞാൻ സമയമുള്ളതിനെടുത്തോളാം. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന്. അപ്പോൾ പൗലോസ് സുവിശേഷത്തെക്കുറിച്ച്, സുവിശേഷത്തിൽ പങ്കാളിയാകുന്നതിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയുക, നാം വാടാത്ത കിരീടം പ്രാപിക്കാൻ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവരോ ഓട്ടക്കളത്തിൽ ഓടുന്നുണ്ട് എല്ലാവരും, പക്ഷേ അവർ വാടുന്ന കിരീടമാണ്. ഒരുപക്ഷെ സ്വർണം കൊണ്ടുള്ള കിരീടമായിരിക്കാം, ഒരുപക്ഷെ മറ്റെന്തെങ്കിലും കിരീടമായിരിക്കാം. അത് നഷ്ടപ്പെട്ടു പോകുന്നതാ, അത് കള്ളം കൊണ്ടുപോകുന്നതാ, തുരുമ്പെടുക്കുന്നതായിരിക്കാം. പക്ഷേ ഈ കിരീടമുണ്ടല്ലോ, വാടാത്ത കിരീടം, ഒരു ദിവസം നമ്മുടെ തലയിൽ വെച്ച് തരുമ്പോൾ അതാരും മോഷ്ടിച്ചുകൊണ്ട് പോകത്തില്ല. ഏതോ ഓട്ടക്കളത്തിൽ ഞാൻ മറന്നുപോയി, ഞാൻ പെട്ടെന്ന് ഇന്ന് രാവിലെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഏതോ ഒരു സ്ത്രീ ഒളിമ്പിക്സിൽ ഓടി, ഈ ഉത്തേജക മരുന്ന് കുത്തിയിട്ടൊക്കെ ഓടി വർഷങ്ങൾ കഴിഞ്ഞു, കണ്ടുപിടിച്ചില്ല. അന്നത്തെ ആൾക്കാർ ട്രോഫി കൊടുത്തു, അവാർഡ് കൊടുത്തു, വിട്ടു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർത്തി പെന്തക്കോസുകാരെത്തിയേ. അപ്പോഴാ പറയുന്നത്, ഞാൻ അന്ന് മേടിച്ചത് നിയമവിരുദ്ധമായി മേടിച്ചത് കൊണ്ട് തിരിച്ചുകൊണ്ട് അതും കൊടുത്തു, ആ തെറ്റ് ഏറ്റു പറഞ്ഞു. അവസാനം എന്താ പറയാ, അമ്പയർമാരിൽ ആൾക്കാര് ആ ട്രോഫി തിരിച്ചു വാങ്ങി അവളെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. നമ്മൾ ഇഷ്ടംപോലെ അറിയാം, എത്രയോ ആൾക്കാരൊക്കെയാ. പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? ഏത് കിരീടം ലഭിച്ചാലും അതിവിടെ നഷ്ടമാകും. ഇല്ലെങ്കിൽ അവിടെ നഷ്ടമായില്ലെങ്കിൽ മരണം വരുമ്പോൾ അത് നഷ്ടമായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വാടാത്ത കിരീടമാണ്, നശിക്കാത്ത കിരീടമാണ്, നിത്യമായി നമ്മുടെ തലയിലിരിക്കുന്ന കിരീടമായിരിക്കും അത്. ഹല്ലേലൂയ. എങ്ങനെയാണ് അത് ലഭിക്കാൻ പോകുന്നത്? ഈ വാടാത്ത കിരീടം എങ്ങനെ ലഭിക്കുന്നത്? സുവിശേഷത്തിന് പങ്കാളികളായി തീരുകയാണ് നമ്മൾ. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. പൗലോസൊക്കെ ഈ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇത്രമാത്രം തീക്ഷ്ണത ലഭിക്കണമെങ്കിൽ മുഖാമുഖമായിട്ട് അദ്ദേഹം യേശുവിനെ കണ്ടെത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് നമുക്ക് ഒരുപക്ഷെ കാണാൻ കഴിയില്ലെന്ന് നമ്മൾ പറഞ്ഞേക്കാം. ഞങ്ങൾ പറയൂ, ഞാൻ അപ്പോസ്തലന്മാരെ പോലെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പൗലോസിനെ പോലെ സ്വപ്നത്തിൽ ദർശനത്തിൽ ഇറങ്ങി വന്ന് അവിടെ ഞാൻ വിളി കേട്ടിട്ടില്ല. പക്ഷേ അവന്റെ വചനം നിങ്ങളുടെ കയ്യിലിരിക്കുന്നുവെങ്കിൽ, ആ വചനം നിങ്ങളുടെ അകത്ത് പ്രകാശമാകുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ കണ്ടവർ തന്നെയാ. ഞാൻ പറയുന്ന വാക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോസ്തലന്മാർ കണ്ടു, അവർക്ക് അതിനുള്ള ഒട്ടനവധി പ്രതിസന്ധികളും കഷ്ടങ്ങളും അവർ അനുഭവിക്കേണ്ടി വന്നു. പൗലോസും കണ്ടവർക്ക്, എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിനെ കണ്ടവർക്ക് ഈ ആയുസ്സിൽ എന്നും കഷ്ടത മാത്രമായിരിക്കും. എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. യേശുവിനെ കണ്ടവർക്ക് ഈ ഒരു ആയുസ്സിലുണ്ടല്ലോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ആയുസ്, ഒരിക്കലും ഒരു സന്തോഷമുള്ള ദിവസം ഉണ്ടാകണമെന്നില്ല. അപ്പോസ്തലന്മാരുടെ ജീവിതം എടുത്ത് പഠിക്കുക, അവർ യേശുവിനെ മുഖാമുഖമായി കണ്ടതാ. അവസര ജീവിതം മുഴുവനും അവർ കർത്താവിന് വേണ്ടി കൊടുത്തു. കാരണം അവരുടെയൊക്കെ പ്രിയപ്പെട്ടവനെ ലോകം തള്ളിക്കളഞ്ഞു. പൗലോസ് കർത്താവിനെ കാണാതിരുന്ന് ഉപദ്രവിച്ച് അവസാനം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ മുഖാമുഖമായി കാണുമ്പോൾ ആ മനുഷ്യന്റെ ആയുസ് കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് എൻ്റെ നാമത്തിന് വേണ്ടി എന്താ അടുത്ത വാക്യം എങ്ങനെ കഷ്ടം സഹിപ്പാൻ വിളിച്ചിരിക്കുന്നു. ഞാനൊന്ന് നിങ്ങളോട് പറയട്ടെ,
ആ പുസ്തകത്തിൽ നിന്ന് 5 അധ്യായം വായിക്കാൻ വേണ്ടി അവിടെ പറയുന്നുണ്ട്. ദൈവദാസന്മാരൊക്കെ പറയുന്നില്ലേ, അതിൽ നിന്നൊരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ജീവനായി നോക്കിയേ, യേശുവിനെ മുഖാമുഖമായി ഇന്ന് കണ്ടു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് പരിശോധനകളായിരിക്കും ജീവിതത്തിൽ. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാ ബൈബിൾ വായിക്കാതിരിക്കുന്ന അനേകരും. കുരിശ് കാണുന്നത് പോലെയാ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സത്യവചനം നിങ്ങളോട് സംസാരിക്കുക, സത്യവചനം. ഹല്ലേലൂയ. ഓക്കെ, ആ വടത്ത് കിരീടം പ്രാപിക്കേണ്ടത് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആ ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിച്ച് അടിമയാക്കുക. അത്രേ. പ്രസംഗിക്കാൻ നല്ലതാ, പക്ഷേ ഈ പ്രസംഗം ഞാൻ തന്നെ നശിച്ചു പോയാൽ പിന്നെ പോകില്ലേ? കേൾക്കുന്നവർ രക്ഷിക്കപ്പെടുമായിരിക്കും, പക്ഷെ പ്രസംഗം നഷ്ടപ്പെട്ടു പോകില്ലേ? ഈ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ അവിടെ പ്രസംഗിച്ച് ഒരുപാട് പുല്ല് നേടി, വൈക്കോൽ നേടി, പിന്നെ മരം നേടി. അപ്പുറത്ത് വേറെ സൈഡിൽ പറയുക, വെള്ളി നേടി, സ്വർണം നേടി, വിലയേറിയ മുത്ത് നേടി. അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ, തീ വന്ന് ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകും. ഹല്ലേലൂയ. അവിടെ പിന്നെ കൃപയാൽ എന്തോ കരിക്കട്ടയായിട്ടെങ്കിലും നിത്യത്തിലേക്ക് കടക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ പ്രസംഗിച്ച ശേഷം അത് കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടതിന് സ്വന്തം ശരീരത്തെ ദണ്ണിച്ച് അടിമയാക്കുകയാ. കാരണം ഇതിൻ്റെ അകത്ത് കുറവുകൾ നമുക്കറിയാം. ഞാൻ വിവരിക്കാൻ പോയി ഒരുപാട് സമയം എടുക്കത്. ഹല്ലേലൂയ. പ്രസംഗം മാത്രമല്ല, ജീവിതം കൂടി നമുക്ക് ആവശ്യമാണ്. എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? ഹല്ലേലൂയ. പ്രസംഗം മാത്രമല്ല, ജീവിതം, ആ വചനം ജീവിതമായി മാറണം. ഹല്ലേലൂയ. വചനം എൻ്റെ ജീവിതത്തിൽ ജീവിതമായി മാറുന്നില്ലെങ്കിൽ പ്രസംഗം കൊണ്ട് യാതൊരു ഗുണമില്ല. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ ഞാൻ വിചാരിക്കുന്നു. അത് 23-ാം വാക്യം പറയാ, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സുവിശേഷ നിമിത്തം സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. അല്ലേ? ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ടായി, ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നുണ്ടായി, സ്വർഗത്തിൽ ദൂതന്മാർക്ക് സുവിശേഷം പറയുവാൻ ഒരു അവസരം കൊടുത്താൽ സ്വർഗം ശൂന്യമായി പോകുമെന്ന്. നിങ്ങൾ പുസ്തകം വായിച്ചു കാണും അല്ലേ? വായിച്ച ആൾക്ക് ഇഷ്ടംപോലെ ഉണ്ടാകും. സ്വർഗം ശൂന്യമായി പോകും. അത്രക്കധികം എന്താ പറയാ, വിലയുള്ള ഒരു ജോലിയാണ് ഏത്? സുവിശേഷീകരണമെന്ന്. ദൂതന്മാർ ഇന്ന് സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുകയാ. നാം സംസാരിക്കുന്ന വാക്കുകൾ, സ്വർഗത്തിൽ പിതാവിന്റെ ഹൃദയത്തിലിരിക്കുന്ന രഹസ്യങ്ങൾ അവന്റെ ആത്മാവിനാൽ എൻ്റെ ആത്മാവ് ഒപ്പിയെടുത്തിട്ട് എൻ്റെ മനസ്സ്, എൻ്റെ വായിലൂടെ സംസാരിക്കുന്ന വെളിപ്പാടുകൾ, മർമ്മങ്ങൾ സ്വർഗത്തിൽ ദൂതന്മാർ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. അത്രയും പ്രാധാന്യമുള്ളതാ ഈ സുവിശേഷത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞത്. അതല്ലേ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് മാത്രം ഒതുങ്ങുന്നതല്ലേ. ഇത് നീണ്ടു കിടക്കുന്ന വെളിപ്പാടും മർമ്മങ്ങളും പിതാവിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളും വിളിച്ചു പറയുന്നതാണ് സുവിശേഷീകരണം. ഹല്ലേലൂയ. ഒരുവന്റെ ഹൃദയം രൂപാന്തരപ്പെടുത്തി തിരിച്ച് സ്വർഗത്തിലേക്ക് മാറ്റുന്ന, ലോകത്തിന് പറിച്ചെടുത്ത് സ്വർഗത്തിലേക്ക് മാറ്റുന്നതാ സുവിശേഷീകരണം. വീണ്ടും ലോകം നിറക്കുന്ന പരിപാടി എല്ലാ സുവിശേഷീകരണം. കിട്ടും ബ്രദറെ, നേടും ബ്രദറെ, നീ ലോകത്തെ വലിയവനാക്കുമെന്നല്ല. ലോകത്തിൽ നിന്ന്, ലോകത്തെ അവന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത് ആ സ്വർഗത്തിലേക്ക് അവന്റെ കണ്ണുകളെ മാറ്റുന്നതാണ് സുവിശേഷീകരണം. എത്രക്കും മനസ്സാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ ചിന്തിക്കാം. ഈ 9-ാം അധ്യായം ഒന്ന് എടുത്തേക്കട്ടെ. അവിടെ ആ 9-ാം അധ്യായം മുഴുവൻ പഠിക്കുമ്പോൾ കുറെ വാക്കുകളുണ്ട്, പറയാൻ സമയമില്ല, എന്നാൽ പോലും ഒന്ന് ഓടിച്ചു വിടുകയാണ്. പൗലോസിന്റെ കുറെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഫലം നിങ്ങളല്ലയോ? അല്ല. വേല ചെയ്യുവാൻ എനിക്ക് ബർന്നബാസിന് മാത്രം അധികാരമില്ല എന്നുണ്ടോ? സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുവാൻ ആര്? മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവർ ആർ? ഞാൻ ഇത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്? അല്ലെ? ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? എന്നിട്ട് പറയാ, ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്യുവാൻ വലിയ കാര്യമോ? എന്നിട്ട് പറയാ, മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം ഉപയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിക്കുവാൻ സകലതും പൊറുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയൊക്കെ പൗലോസ് പറയുന്ന കാര്യങ്ങൾ, എനിക്ക് അധികാരമുണ്ട്, ഞാൻ അപ്പോസ്തലൻ അല്ലയോ, എനിക്ക് ആവശ്യം, എനിക്ക് കഴിയുമത്, എനിക്ക് വിതക്കാം. ഒരു കാള അവൻ എന്താ പറയുക, വയലിൽ പോയി ചെയ്താൽ അവനാണ് ആദ്യം ഭക്ഷിക്കേണ്ടത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സമയം പോയതുകൊണ്ട് അത്ര ഓടിച്ചു വിടുന്നത്. സുവിശേഷം ചെയ്യുന്നവൻ സുവിശേഷ വേലയിൽ നിന്ന് ഭക്ഷിച്ചിരിക്കണം. പക്ഷെ പൗലോസ് അങ്ങനെയല്ലത്. പൗലോസ് പറയും, ഞാൻ വില കൂടാതെ ചെയ്യുകയാ, സ്വന്തം കയ്യാൽ അധ്വാനിക്കുകയാ.
സ്വന്തം കയ്യിൽ അധ്വാനിച്ച് സുവിശേഷീകരണം ചെയ്യുക. അത്രയ്ക്കധികം നോക്കി അവകാശങ്ങളും വാഗ്ദത്തങ്ങളും ഉണ്ടായിട്ട് പോലും അതൊന്നും എടുക്കാതെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് അവൻ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? പൗലോസ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഹല്ലേലൂയ. കാരണം സുവിശേഷം എന്നാണ് മനസ്സിലായി. നമ്മുടെ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷേ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ഞാൻ സുവിശേഷം ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഭക്തൻ, ഒരു വീണ്ടും ജനിക്കപ്പെട്ടവൻ, അവൻ്റെ മേൽ ഒരു നിർബന്ധം കിടക്കുകയാണ്. ഏത് വിശ്വാസിയാകട്ടെ, ഇന്ന് രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ട വചനം അവൻ്റെ മേൽ കിടക്കുകയാണ്. അവൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. പാപിയായിരുന്നു ഞാൻ, എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. അവൻ എൻ്റെ പകരക്കാരനായി മരിച്ചു. ഇന്ന് ഞാൻ അവൻ്റെ പകരക്കാരനായി ജീവിക്കുന്നു. മനസ്സിലാവുണ്ടോ? പണ്ട് അവൻ എനിക്ക് വേണ്ടി എൻ്റെ പകരക്കാരനായി എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാൻ ഇന്ന് അവൻ്റെ പകരക്കാരനായി ഭൂമിയിൽ ജീവിക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞാൻ തുടങ്ങുകയാണ്. പൗലോസ് പറഞ്ഞ പോലെ അവനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നിൽ തീർത്തോ. അത്രക്കധികം എന്താ പറയുക, എരിവോടെ നിന്ന ഓരോ അപ്പോസ്തലന്മാരൊക്കെ. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശംസയുമില്ല. കാരണം നമ്മുടെ മേൽ കിടക്കുകയാണ് നിർബന്ധം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഏത് മനുഷ്യന്റെയും അകത്ത് സുവിശേഷം പറയുവാനുള്ള ഒരു അഗ്നി, എന്താ പറയുക, ഒരു ബോംബ് തന്നെയാണ് കർത്താവ് പരിശുദ്ധാത്മാവിലിട്ടിരിക്കുന്നത്. പക്ഷേ നാവ് കൊടുക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഇന്നലെയാണോ രാവിലെ എവിടെയോ പറഞ്ഞു തോന്നുന്നു, ഞാൻ ബൈബിൾ ക്ലാസ്സിലാണ്. പരിശുദ്ധാത്മാവിനൊരു കുറവുണ്ടെന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും നെറ്റിയൊക്കെ ചുളുങ്ങി. എനിക്കറിയാവുന്നത് പരിശുദ്ധാത്മാവിന് ഒരു കുറവുണ്ടെന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ, പാസ്റ്റർ ഇത്ര വേഗം കൾട്ടായി പോയെന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ച ചോദ്യമാണ്, പരിശുദ്ധാത്മാവിന് ഒരു കുറവുണ്ടെന്ന്. ഇപ്പൊ തന്നെ പേടിച്ചിരിക്കുക. ദൈവത്തെക്കാളും വലിയ പുള്ളി ആയോ എന്നൊക്കെ ചോദിക്കുന്നു. ഒന്നുമല്ല, പരിശുദ്ധാത്മാവിന് കുറവുണ്ട്. ആ കുറവെന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ജഡത്തിൽ പ്രവർത്തിക്കുവാൻ അവൻ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ, ജഡത്തിൽ ജീവിക്കുന്ന മാനവരാശിയോട് സംസാരിക്കുവാൻ അവനൊരു ശരീരം ചോദിക്കുകയാണ്. ആ ശരീരം ഇന്ന് പകലിൽ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ അവൻ നമ്മിൽ വന്ന് വസിച്ച്, ആത്മാവായവൻ നമ്മിൽ വന്ന് വസിച്ച് ദൈവത്തിന് പ്രവൃത്തി ചെയ്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ കുറവ് തീർക്കുവാൻ നമ്മെ വിളിച്ചിരിക്കുക കർത്താവ്. ആ കുറവ് തീർക്കുവാൻ അത്രയും വലിയ വിളിയുള്ളവരായി ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും, ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, സ്വർഗത്തിന് വേണ്ടി സംസാരിക്കുവാൻ. ഹല്ലേലൂയ. ആത്മാവായവന് വേണ്ടി, അവന് വേണ്ടി ശരീരം വിട്ടുകൊടുത്ത് അവൻ എന്നിലൂടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം അവൻ നമ്മെ ചോദിക്കുകയാണ്. ഇത് തന്നെ മറുസൈഡിൽ വേറൊരുത്തർ നിൽക്കുന്നുണ്ട്, ആത്മാവായവൻ. ഉന്നത കമ്പനിയുടെ പരസ്യത്തില് ആ പുള്ളിക്കാരൻ ഇല്ലേ, അവനും നിൽക്കുക. അവനും ആത്മാവാ. അവനും ഈ ഭൂമിയിൽ ജഡത്തിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഈ ശരീരം നാം അവന് വിട്ടുകൊടുക്കുന്നെങ്കിൽ, അവൻ നമ്മളിൽ വസിച്ച്, കുശുമ്പ് കുന്നായ്മ നമുക്കുള്ളത് പറഞ്ഞാൽ മതി. ഒക്കെ വലിയ 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 വിശുദ്ധന്മാരായി അല്ലേ. നമ്മുടെ അകത്തുള്ളത് മുഴുവൻ അവൻ പുറത്തേക്ക് ഇട്ട് തരും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? ഏതാത്മാവിനെ നിങ്ങൾ വിട്ടുകൊടുക്കും? ഇടക്കിടക്ക് ആ പുള്ളിക്കാരൻ വരും. നമുക്ക് 3 അപ്പന്മാരുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒറ്റ തന്നൊക്കെ ജനിച്ചാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട് അല്ലേ നമ്മളെ. ഇന്ന് നമുക്ക് 3 അപ്പന്മാരുണ്ട്. പലപ്പോഴും 3 അപ്പന്മാര് ഉണ്ടോ? ഇല്ല. ഉണ്ടില്ലേ? ഇല്ല. ഉണ്ടോ? ഉണ്ട് ഇല്ലേ? നമുക്ക് 3 അപ്പന്മാരുണ്ട്. ഞാൻ തെളിയിച്ചു തരാം. ഒന്ന്, ജഡത്തിൽ ജനിപ്പിച്ച എൻ്റെ അപ്പൻ്റെ പേര് PS ഗോപി. എൻ്റെ അപ്പൻ്റെ പേര് മനസ്സിലാവുന്നുണ്ടോ? ഒരു അപ്പൻ. 2, എന്നെ വീണ്ടും ജനിപ്പിച്ച എൻ്റെ സ്വർഗീയ പിതാവ്. 3, ഇടക്കിടക്ക് കലിപ്പ് വരുമ്പോ അല്ലേ, ഇടക്കിടക്ക് മറ്റേ സ്വഭാവം പൊങ്ങി വരുമ്പോൾ വേറൊരു അപ്പം കയറി വരും. നിങ്ങളുടെ അപ്പനെ വിളിച്ചെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അവസാനം സഭ മധ്യ കയറുന്നത് പാസ് അപ്പനെ കയറി വിളിച്ചെന്ന് പറഞ്ഞേക്കരുത്. എന്താണെങ്കിലും ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ഏത് മനുഷ്യന്റെ മേലും ആ നിർബന്ധം കിടക്കുകയാ. നാം മൗനമായിരിക്കുന്നുവെങ്കിൽ കുറവ് നമുക്ക് തന്നെയാട്ടെ സഹോദരങ്ങളെ. ഒരിക്കലും കർത്താവ് നമ്മുടെ കരങ്ങൾ പിടിച്ച് പറയത്തില്ല, ചെയ്യുന്നു പറയത്തില്ല. കർത്താവ് നമുക്കൊരു പുസ്തകം തന്നിട്ടുണ്ട്. ആ പുസ്തകം ഇല്ലേ, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നാം അറിഞ്ഞ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക. ഒരിക്കൽ പോലും
കർത്താവ് നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ, ഒരു കൺഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ കർത്താവിന് വേണ്ടി പോയാൽ എന്ന് കൺഫർമേഷൻ ഇല്ലേ, ഇല്ലേ? മിക്കവാറും ഞാൻ 7 ഉപവസിച്ച് നോക്കി, പക്ഷെ കിട്ടിയില്ല. ഞാൻ 21 ഇരുന്ന് നോക്കി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാരുണ്ട്. ഒരു കൺഫർമേഷനും വേണ്ടേ. മത്തായി സുവിശേഷ ഭാഗം 28-ാം അധ്യായം കർത്താവ് എല്ലാ മാനവരാശി നമ്മൾ രക്ഷിക്കപ്പെട്ടവർ പറയാ, പോകുവീൻ. ഇല്ലേ? ലോകത്തിൽ അറ്റത്തോളം പോകാനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, പോകുവിൻ. അതിന് പ്രത്യേകമായി ഇനി വിളിയൊന്നുമില്ല. നിങ്ങളുടെ അകത്ത് ആ കേട്ട സുവിശേഷം, നിങ്ങൾ പ്രാപിച്ച സുവിശേഷം എത്രമാത്രമുണ്ടോ നിങ്ങളുടെ വിശ്വാസം അതിൽ വ്യാപരിക്കുന്നുവെങ്കിൽ കാലെടുത്ത് വെച്ചാൽ മതി. ഒരു കൺഫർമേഷനും വേണ്ട. ഇവിടെ ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. എന്നോട് ദേഷ്യമുണ്ടോ? ഒരു കൺഫർമേഷൻ ഇവിടെ ആവശ്യമില്ല. എൻ്റെ അകത്ത് പ്രാപിച്ച, എൻ്റെ അകത്ത് എന്നെ വീണ്ടും ജനിപ്പിച്ച സുവിശേഷം എൻ്റെ അകത്ത് അത് സത്യമായി, അത് വിശ്വാസമായി പരിണമിച്ചാൽ ഒരു കാലെടുത്ത് വെച്ചോ, നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ കാലുണ്ടായിരിക്കും. നിങ്ങൾ സംസാരിച്ചോ, നിങ്ങളുടെ വാക്കുമേൽ പരിശുദ്ധാത്മാവ് ജീവൻ കൊടുത്തിരിക്കും. നിങ്ങൾ കൽപ്പിച്ചോ, അത് സംഭവിച്ചിരിക്കും. കാരണം വിശ്വാസാൽ കാലെടുത്ത് വെച്ചാൽ മതി. ഒരു കൺഫർമേഷനും വേണ്ട. മനസ്സാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞർത്ഥം മനസ്സാവുന്നുണ്ടോ? ഞാൻ തുടങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തില്ല. എന്തുമാകട്ടെ, എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു. ഇല്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്താ അയ്യോ? അങ്ങനെയല്ല അവിടെ അയ്യോ കഷ്ടം എന്നാ. നിങ്ങളുടെ ബൈബിൾ അങ്ങനെയാണോ? നിങ്ങൾ അതെ, ഇവരുടെ ബൈബിൾ അങ്ങനെ, നിങ്ങൾ ഇവിടെ അങ്ങനെയില്ല കേട്ടോ. അയ്യോ കഷ്ടമെന്നാ. കാരണം ഈ ഒരായുസ്സുണ്ടല്ലോ നമുക്ക് തന്നിരിക്കുന്ന നിധിയാണ് നമ്മുടെ കയ്യിൽ പുസ്തകം. നമ്മൾ പ്രാപിച്ച സുവിശേഷമുണ്ടല്ലോ, ആ രക്ഷ, ആ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ വലിപ്പം സ്വർഗത്തോളം വലിപ്പമാണ്. ഹല്ലേലൂയ. ഇല്ലായ്മെന്ന് ഉളവാക്കാൻ കഴിവുള്ള ഒരു ആ ശക്തിയാണ് എൻ്റെയും നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത്. വാ തുറന്നാ മതി, അവൻ നമ്മളുടെ ജീവൻ പുറപ്പെടുവിച്ചത് സംഭവിച്ചിരിക്കുന്ന. പക്ഷേ നാവുകൾ ചലിക്കുന്നില്ല. ഹൃദയത്തിലെ മോഹങ്ങളും ജഡയിച്ഛകൾ കൊണ്ട് എൻ്റെ നാവുകൾ ചലിക്കുന്നില്ല. എൻ്റെ മിസ്റ്റേക്കാ, കർത്താവിൻ്റെ മിസ്റ്റേക്ക് അല്ല. ഹല്ലേലൂയ. എൻ്റെ മിസ്റ്റേക്കാ. ഞാനെൻ്റെ നാവുകൾ ചലിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടമെന്ന. 10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയാൽ മാർച്ചിൽ വീണ്ടും എഴുതാം. വീണ്ടും തോറ്റുപോയാൽ ഏപ്രിൽ മാർച്ച് വീണ്ടും സെപ്റ്റംബറിൽ എഴുതാം. വീണ്ടും തോറ്റുപോയാൽ മാർച്ചിൽ എഴുതാം. വീണ്ടും തോറ്റുപോയാൽ സെപ്റ്റംബറിൽ എഴുതാം. പക്ഷേ നമ്മൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നമുക്കൊരൊറ്റ എഴുത്തേയുള്ളൂ. ആ എഴുത്ത് ജയിക്കാൻ തക്കവണ്ണം എഴുതുന്നില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലപ്രവൃത്തി പലയിടത്തായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒന്നും മറച്ചു വെക്കാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം തീർക്കുന്ന ആളിൽ ആ ദൈവം നിങ്ങളോട് കണക്ക് തീർത്തിരിക്കും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നിർബന്ധം എന്മേൽ കിടക്കുക. അത് പറയുന്നില്ലെങ്കിൽ ഞാൻ കേട്ട സുവിശേഷം ഒന്ന് പരിശോധിക്കണം. കാരണം സുവിശേഷം എന്ന് പറയുന്നത് അത് ജീവനുള്ള കാര്യമാണ്. അത് ചത്തുകിടക്കുന്ന കാര്യമല്ലത്. അത് ജീവനും ആത്മാവുമുള്ളതാ സുവിശേഷം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അത് ഫ്രം ഫെയ്ത്ത് അല്ലേ, ഇംഗ്ലീഷിൽ ഈ മറ്റേ റോമർക്കെതിരെ 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യം പറയുമ്പോൾ ഫ്രം ഫെയ്ത്ത് ബൈ ഫെയ്ത്ത് ടു ഫെയ്ത്തിലേക്ക് പോകുന്ന, ജീവനോടെ പോകുന്നതാ. അതാ ചത്തതല്ല, അത് ജീവനില്ലാത്തതല്ല. അത് എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളൊക്കെ? അതുകൊണ്ട് കേട്ട സുവിശേഷം നമ്മളൊന്ന് പരിശോധിക്കിട്ടിരിക്കും നമ്മൾ. ഹല്ലേലൂയ. കാരണം നമ്മുടെ സമയം കഴിഞ്ഞു. പൗലോസൊക്കെ മിനിസ്ട്രി പഠിച്ചാൽ 6 മാസം കൊണ്ട് ഒരു സഭയിൽ അവിടുത്തെ അനേക ശുശ്രൂഷകന്മാരെ ഉളവാക്കുന്ന പൗലോസിന്റെ മിനിസ്ട്രി. ഹല്ലേലൂയ. 6 മാസം മതി. അങ്ങേയറ്റം പോയാൽ നമ്മൾ പഠിച്ചാൽ പല ഭാഗത്ത് നോക്കിയാൽ ഒരു 3 വർഷം വരെ അങ്ങേയറ്റം മാക്സിമം അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കില്ല. ഇനി സ്ഥാനപ്പെട്ടതോ, അങ്ങേയറ്റം വായിക്ക് സ്ഥാനപ്പെട്ട പുള്ളി പൗലോസ് തന്നെയാണ്. അങ്ങേയറ്റം വായിക്ക് സ്ഥാനപ്പെട്ട പുള്ളിക്കാരൻ പൗലോസാ. 3 ദിവസം. ബാക്കി എല്ലാവരും തത്സമയം സ്ഥാനപ്പെട്ടവരാ. വിശ്വാസം കേട്ട സുവിശേഷം ജീവന്റെ തുടിപ്പിന്റെ സുവിശേഷമാണത്. ഹല്ലേലൂയ. നിത്യത കണ്ട് കർത്താവിനെ കണ്ടിറങ്ങിയവരാ. അങ്ങേയറ്റം വൈകിപ്പോയാൽ പൗലോസ് മാത്രമേ ഉള്ളൂ ഒത്തിരി വൈകി സ്ഥാനപ്പെട്ട പുള്ളിക്കാരൻ. ബാക്കി തത്സമയം കേട്ട സുവിശേഷം അതാ. എന്നറിയാമോ? മരണത്തിന് വിടുവിച്ച് ജീവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാ. അതുകൊണ്ട് ഒരിക്കൽ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്ത് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഒരു സുവിശേഷകൻ, ഒരു പാസ്റ്ററാകാൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ആദ്യം കൊണ്ട് നരകം കാണിക്കണമെന്ന്. അപ്പൊ ഒരു വിശ്വാസി പറഞ്ഞ്, പാസ്റ്റർ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കാരണം നരകം നിസ്സാര കാര്യമല്ല, അത് സത്യമായ അതും എറ്റേണിറ്റിയാ, നിത്യതയാണത്. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന ചൂടൊന്നുമല്ല കേട്ടോ. ഇന്ന് 38 ഡിഗ്രി ചൂടാണ് ഇന്നത്തെ ചൂട്. ഷോ എന്നൊക്കെ പറഞ്ഞിരിക്കൂലേ ഇപ്പം മിക്ക ഒരു ഷോ എന്ന് പറഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നത്. ചൂട് വരുമ്പോഴേ മിക്ക വീട്ടിൽ പോകുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, എന്ത് ചൂടാ, ഷോ എന്നാ പറയുന്നത്. ശോശമ്മയുടെ പേരല്ല, ശോശോ എന്ന് പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ 250, ഇവിടെ 34 ഉള്ളു, പക്ഷെ 250 കഴിഞ്ഞ് 1000 ഡിഗ്രി അപ്പുറത്തേക്ക് പോകും ആ സാധനങ്ങൾക്ക് അവിടേക്ക്. അന്ന് ശോശോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നേക്കുമുള്ളതാണത്, എന്നേക്കും നിത്യമായതാണത്. ഞാൻ വിട്ടുപോകുന്നു. അപ്പം അതുകൊണ്ട് എന്നാൽ എന്നിട്ട് വാക്യം പറയുക, ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് നല്ലൊരു ശതമാനം വിശ്വാസികളും അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരവരുടെ കുടുംബം ആദ്യം നേരെയാക്കുന്നു, അവരുടെ വസ്തുവകൾ നേരെയാക്കുന്നു, അവരുടെ മക്കൾക്കൊരു സ്റ്റാൻഡാക്കി കൊടുക്കുന്നു. എല്ലാവരും നല്ലൊരു ശതമാനം വിശ്വാസികൾ അങ്ങനെ തന്നെയാണ്. എല്ലാവരെ കുറിച്ചല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല ആൾക്കാരാ. ഞാൻ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞതാ. അയ്യോ, നമ്മുടെ ആൻറ്റിയൊക്കെ അവിടെയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ അറിഞ്ഞാൽ ആദ്യം മുതൽ ചെയ്യുന്നത് കർത്താവിനെ കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ സമ്പാദിപ്പിക്കും. പക്ഷേ കർത്താവ് പറയുന്നത്, നീ എനിക്ക് വേണ്ടി പോകാനാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ വിളിച്ചത് ഞാൻ പറഞ്ഞില്ലേ, അവൻ നമുക്ക് വേണ്ടി, കർത്താവ് നമുക്ക് വേണ്ടി എൻ്റെ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ പോയി മരിച്ചു, എൻ്റെ പകരക്കാരനായിട്ട്. ആണോ ഇല്ലയോ? അല്ലേ? യെസ്. എന്റെ പകരക്കാരനായി പാപിയായി നരകത്തിൽ പോകേണ്ട എനിക്ക് അവൻ എൻ്റെ പകരക്കാരനായി വന്ന് അവൻ എനിക്ക് പകരമായി ക്രൂശി മരിച്ചെങ്കിൽ ഇന്ന് ഞാൻ ജീവിക്കുന്നത് അവന്റെ പകരക്കാരനായിട്ടായിരിക്കണം. ഇല്ലെങ്കിൽ കേട്ട സുവിശേഷം സുവിശേഷമല്ല. കേട്ട സുവിശേഷം സുവിശേഷമല്ലെന്ന്. കാരണം ഞാൻ എൻ്റെ വാക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഹല്ലേലൂയ. അതുകൊണ്ടാ ഇത് ഞാൻ പ്രതിഫലം, എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുവാൻ. തൊട്ടുമോളി 17-ാം വാക്യം പറയുന്നു, ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അല്ലേ? അത് മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എൻ്റെ പക്കൽ വരവേൽപ്പിച്ചിരിക്കുക. വേറെ വഴിയില്ല, വേറൊരു വഴിയുമില്ല. അത് എൻ്റെ മേൽ കിടക്കുകയാ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാ. അത് ചെയ്യുന്നില്ലെങ്കിൽ ഏത് മനുഷ്യനും അയ്യോ കഷ്ടമെന്ന് മാത്രമാണ്. നിങ്ങൾ വാക്ക് നിങ്ങളുടെ ഹൃദയത്തെ കുറിച്ചിട്ടോ, അയ്യോ കഷ്ടം. ഉറക്കത്തിൽ സ്വപ്നം കാണാൻ പറ്റിയെങ്കിൽ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഈ ഇത്രയും സൗണ്ടും അയ്യോ കഷ്ടമെന്ന് പറയുന്ന ആ സൗണ്ട് ഉറക്കത്തിൽ സ്വപ്നം കണ്ടെങ്കിലും എഴുന്നേറ്റ് ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ കർത്താവേ സ്തോത്രം, ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നു. എന്നാൽ എനിക്ക് എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷത്തിനുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. പൗലോസ്, ഞാനിത് എടുക്കാൻ വേണ്ടി തുടങ്ങിയാണ്, ഒരു വാക്ക് പോലും കഴിഞ്ഞു പോകുന്നില്ലല്ലോ മുന്നോട്ട്. നോക്കിയേ, പൗലോസ് പറയുക, എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിനുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുകയാണ്. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒരു വേറെ മറ്റ് സഭകളിൽ നിന്നും ഒന്നും വാങ്ങാതെ കയ്യാൽ അധ്വാനിച്ച്, മനസ്സിലാവുന്നുണ്ടോ? കയ്യാൽ അധ്വാനിച്ച് കിട്ടുന്ന പണം മുഴുവനും കർത്താവിന്റെ സുവിശേഷീകരണത്തിന് കൊടുക്കുന്നുവെന്ന്. ഈ പുള്ളിക്കാരത്തിന്, ഈ പൗലോസിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? കഴിവുണ്ട്. അപ്പോസ്തലനാണ് പൗലോസ്. ഹല്ലേലൂയ. പറഞ്ഞാൽ മതി, കൽപ്പിച്ചാൽ മതി, വന്നിരിക്കും. പക്ഷേ അതുപോലും ചെയ്യാതെ കയ്യാൽ അധ്വാനിച്ചിട്ട് പറയുക, ഞാനത് ചിലവ് കൂടാതെ ചെയ്യുകയാണെന്ന്. അതിനർത്ഥം ഈ ആയുസ്സിൽ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യമുണ്ട്, എൻ്റെ വിദ്യാഭ്യാസമുണ്ട്, എൻ്റെ കഴിവുകളുണ്ട്, എൻ്റെ വസ്തുവകളുണ്ട്, അല്ലേ? എനിക്കുള്ളത് മുഴുവനും അത് കർത്താവിന് വേണ്ടി ചെലവിടുമ്പോൾ, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ചെലവിടുമ്പോൾ അത് മഹത്വമേറിയതായിരിക്കും. ഞാൻ എൻ്റെ സാക്ഷി നിങ്ങളോട് പറയാം, പൊഗ്വൻ ചാത്തൊന്നും വിചാരിച്ചേക്കരുത്. ഞാൻ 33.5 വയസ്സിൽ കർത്താവിനെ വിളിക്കുമെന്ന് ലോക സ്ഥാപനത്തുമേൽ കർത്താവ് കണ്ടതാ. ഒരു ഭോഷണ പോലെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നും കർത്താവ് കണ്ടതാ. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറയാ, സുവിശേഷ വേലത്തിന് വേണ്ടി മറ്റെന്താ പറയുക, ശമ്പളം വാങ്ങിയോ അല്ലെങ്കിൽ മറ്റു സംഘടനകളിൽ നിന്ന് പണം വാങ്ങിയോ ചെയ്യാതെ കർത്താവ് ലോക സ്ഥാപനത്തിൽ തന്നെ എനിക്ക് വേണ്ടി ഒരു ജോലി ഒരുക്കി വെച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഞാൻ പഠിച്ചതും ഞാൻ ചെയ്യുന്നതുമായ ജോലി, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. ഇത് ലോകമുണ്ടാകുന്ന മുമ്പേ കർത്താവ് ഒരുക്കി വെച്ചതാ. എന്താണെന്നറിയാമോ? ഒരു ബോഷനെ പോലെ കർത്താവിന് ഇവിടെ ഇറങ്ങുമ്പോൾ ലോകത്തുനിന്ന് വാങ്ങി എൻ്റെ അധികാരം ഉപയോഗിച്ച് വാങ്ങി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ കയ്യിൽ ഇനി ആയുസ് ബാക്കിയുണ്ട്, ആരോഗ്യം ബാക്കിയുണ്ട്. ഞാൻ ലോകത്തുനിന്ന് പഠിച്ച പ്ലാൻ വരക്കാൻ പഠിച്ചതൊക്കെ അവിടെ നിന്ന് തന്നെ അത് മുഴുവനും നേടി കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ.
എത്രമാത്രം വിലയേറിയായിരിക്കും. ഞാൻ തമാശ പറഞ്ഞില്ല, ഒരു ജീവിതമായി നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു മാസം 1,00,000 രൂപ കർത്താവ് തരുന്ന നമ്മൾ ചെയ്യുന്ന ചെറിയ ജോലിയിൽ നിന്ന് വാങ്ങിയിട്ട് ഇന്ത്യ മുഴുവനും സകല ഗ്രാമങ്ങളിൽ, തമിഴ്നാട് പോകാത്ത ഗ്രാമങ്ങൾ പോലുമില്ല, സുവിശേഷീകരണത്തിന് വേണ്ടി, വചനം പഠിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അധ്വാനം, ഇനിയും ബാക്കി അധ്വാനം വേണമെങ്കിൽ അതും കൂടി കൊടുത്തിട്ട് ടാറ്റ പറഞ്ഞു പോകാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. ഒരു ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞവസാനിച്ച് കർത്താവിന് ടാറ്റ പറഞ്ഞു പോകാനാണ് ഇവിടുത്തെ ഇഷ്ടം. അതൊക്കെ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഒരു ചിലവും കൂടാതെ, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരു പിരിവെടുക്കുന്നില്ല, ഒരു രശീത് ഊറ്റി അടിക്കുന്നില്ല. പിന്നെ ഇടക്കിടക്ക് പറയും കിങ്ഡത്തിലിടാന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പറയും. ഇടയ്ക്ക് ഞങ്ങൾ പറയാറുണ്ട്, കിങ്ഡം മിനിസ്ട്രിയിലിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇട്ടോ എന്ന് പറയും. അത് നമുക്ക് കർത്താവിനെ വില ചെയ്യാൻ വേണ്ടിയാ. ഈ കീബോർഡ്, റിതം പാഡ്, കീബോർഡ് നിങ്ങളുടെ നന്മയാ. ഇതൊക്കെ നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. ഇവിടെയൊക്കെ നിങ്ങൾ തന്ന ആ എന്താ പറയുക, നന്മയുടെ ഓഹരിയായി കാണുന്നതൊക്കെയാണ്. സ്വർഗം കാണാതിരിക്കത്തൊന്നുമില്ല. ഇനിയും ഇഷ്ടം പോലെ ഇട്ടോട്ടാ. അല്ല, ആവശ്യമുണ്ട് ഇവിടെ, പുട്ടടിക്കാൻ വേണ്ടിയല്ല, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ നാളുകളിലൊക്കെ യൗവനക്കാരെ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളെ ഇവിടെ തല്ലി ഓടിക്കാൻ പോവുക. ഞങ്ങള് തെരുവ് റോഡിലാണ്, തെരുവേദികൾ ഇറക്കി വിട്ട് അല്ലേ കർത്താവിന്റെ വചനം ഘോഷിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല, ഈ വർഷം അത് സംഭവിക്കാൻ പോകാം. ചികഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ ഒരൊറ്റ യൗവനക്കാരും ഇതിനകത്ത് ഇനി വെറുതെ ഇരിക്കത്തില്ല. ഇത് വെറും വാക്കല്ല, ഞാൻ പ്രവാചകനല്ല, പക്ഷെ പ്രവചിച്ചത് നടന്നിട്ടുണ്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഒന്നിനെ വെറുതെ ഇരുത്തത്തില്ല. സുവിശേഷത്തിന്റെ പ്രാധാന്യം അതുകൊണ്ടാണ് അല്പമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, ഓടിച്ചു വിട്ടു പോകുക. 21 വാക്യം പറയുന്നു, ദൈവത്തിന് ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവരെ പോലെ ആയി. ബലഹീനന്മാർ നേടേണ്ടതിന് ഞാൻ ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് ഇടയ്ക്ക് വായിച്ച നമുക്ക് പൗലോസിനെ നോക്കി, ഈ പൗലോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ ജാതികൾ ചെയ്യുന്ന പോലെ തലമായി മൊട്ടടിക്കുന്നു, പഴനി കയറുന്ന പോലെ മൊട്ടക്കടിക്കുമ്പോൾ നമുക്ക് എന്ത് പൗലോസ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇത് വേദപുസ്തകത്തോട് ഒരു ബന്ധമില്ല ഈ പുള്ളിക്കാരനിക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ വാക്കുകൾ വായിക്കുമ്പോഴാ പിന്നീട് മനസ്സിലായി, പൗലോസ് എവിടെ പോയാലും അവരുടെ കൂടെ എന്നും പറഞ്ഞ് പോയേക്കല്ലേ, നമ്മൾ പോയാൽ ഒരു പോക്കായി പോകും. കാരണം നമുക്ക് ഈ വെളിപ്പാടില്ലാതെ പോയാൽ ഒരു പോക്ക് പോകും. എന്നാൽ ഈ വെളിപ്പാടോടെ പോയാലുണ്ടല്ലോ, അവരെ നേടാൻ വേണ്ടിയാ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എവിടെയെങ്കിലും പോയി നിൽക്കുന്നത്, ഏത് കല്യാണത്തിനോ ബൗത്തീസോ വീട് താമസത്തിനോ മരിച്ച വീട്ടിലോ എവിടെയെങ്കിലും ആവട്ടെ, ലൂലുമാളിലോ പോയാലും, പിന്നെ നമ്മൾ ലൂലുമാളിപ്പോയിട്ട് കണ്ണു തള്ളി നമ്മളിങ്ങനെ നടക്കരുത് അല്ലേ, നിലാവത്തഴിച്ചു വിട്ട കോഴിയെപ്പോലെ നടന്നേക്കരുത്. നമ്മുടെ അകത്തൊരു ലക്ഷ്യമുണ്ടാകണം. എന്താ? എവിടെ പോയാലും സുവിശേഷം അറിയിക്കാൻ ലക്ഷ്യം. പൗലോസ് അതായിരുന്നു. അവന്റെ ഹൃദയം മുഴുവനും, ആ വ്യക്തിയുടെ ഹൃദയം മുഴുവനും എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. അത് പ്രാപിക്കാതെ പോയാലുണ്ടല്ലോ അല്ലേ, മാറിപ്പോയാൽ മണമടിച്ച് ഇതിന് ഉപ്പുണ്ടോ, പുളി കുറവാണോ, ഇതിൽ വീര്യം കുറവാണെങ്കിൽ അന്ന കുഴപ്പമില്ല, ഉറപ്പൊഴിച്ചേക്കെന്ന് പറയുന്നത് നമ്മള്. അങ്ങനെയല്ല, ഇത് വെളിപ്പാട് പ്രാപിച്ചിട്ട് പോയാലുണ്ടല്ലോ അവിടെ നിന്ന് ചിലരൊക്കെ നേടാൻ കഴിയും നമുക്ക്. എന്ത് നോക്കട്ടെ, ഞാൻ മുന്നോട്ട് കടന്നു പോകുക. നമ്മുടെ സമയം കഴിഞ്ഞ് എല്ലാവരും കയറിക്കോട്ടോ. അല്ലെങ്കിൽ നോക്കിയേ, സുവിശേഷത്തിന് ഒരു പങ്കാളിയാകേണ്ടതിന് അല്ലേ, ആദ്യം വായിച്ച വാക്യം എന്താ? സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ, വ്യക്തിപരമായ ഏത് ആവശ്യങ്ങളെക്കാളേറെ, എന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവരൊക്കെ വന്ന് കയറിക്കോട്ടെ, കുഴപ്പമില്ല. എന്നെ നോക്കിയാൽ മതി. സുവിശേഷത്തിൽ പങ്കാളിയാകേണ്ടത് അല്ലേ. സുവിശേഷത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ണുന്നതും ഉടുക്കുന്നതും ഞാൻ പഠിക്കുന്നതും അല്ലേ, സ്കൂളിൽ പോയി പഠിക്കുന്നതും, ഞാൻ ജോലി എടുക്കുന്നതും ബിസിനസ് ചെയ്യുന്നതും, ഞാൻ വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്നതും എല്ലാം, അതിന്റെ പിന്നിൽ നിങ്ങൾക്കൊരു വികാരം ഉണ്ടാകണം. ഒറ്റ കാര്യം മാത്രം, എന്ത് ചെയ്താലും സുവിശേഷത്തിന് വേണ്ടി ആയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ അകത്ത് ഇത് കത്രം, നമ്മുടെ അകത്ത് രക്ഷിക്കപ്പെട്ട സുവിശേഷം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്നെ നരകത്തിന് പറിച്ചെടുത്തിട്ട് സ്വർഗത്തിന് അവകാശിയായ സുവിശേഷം, അതെന്റെ ഹൃദയത്തിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷത്തിൽ അത് എന്ത് ചെയ്താലും, കുടിച്ചാലും തിന്നാലും കുടിച്ചാലും അല്ലേ, അതിന് ഈ ഒറ്റ വാക്ക് നിങ്ങളുടെ അകത്ത് കത്തണം, സുവിശേഷത്തിന് വേണ്ടിയായിരിക്കണം. എന്നിട്ട് അടുത്ത വാക്യം എന്താ? പങ്കാളിയായി തീരേണ്ടതിന്. ഞാൻ ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കുള്ളൂ. എന്താ? സുവിശേഷത്തിന് പങ്കാളിയാ. ഈ സുവിശേഷത്തിന് പങ്കാളിയാകുമ്പോഴുണ്ടല്ലോ
ഒരുപക്ഷെ നന്മകൾ കിട്ടും. ആ നന്മകൾ ഒറ്റക്കടിച്ചു മാറ്റുകയല്ല, നാട്ടുഭാഷ പറഞ്ഞാൽ അടിച്ചു മാറ്റുന്ന പരിപാടിയല്ല, അത് പങ്കുവെക്കുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഹല്ലേലൂയ. എന്ത് കിട്ടിയാലും അത് പങ്കുവെക്കുക. എവിടെയാ? സുവിശേഷത്തിനകത്ത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവിടെ വലിയവനില്ല ചെറിയവനില്ല, എല്ലാവരും ഒരേപോലെയാ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെയാ. പ്രവൃത്തികൾക്ക് വ്യത്യാസമുണ്ടാവും, പക്ഷേ നിത്യത, പുത്രത്വം, അല്ലേ, വാസസ്ഥലങ്ങൾ, കിരീടങ്ങളൊക്കെ നമുക്കെല്ലാം തുല്യമായി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൂടി വായിച്ചത് വിട്ടോട്ടെ, 5 മിനിറ്റ് വയ്യ, കുഴപ്പമില്ലല്ലോ. ഒരു വാക്യം കൂടിയാ, 24 വാക്യം മാത്രം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടം, നാമോ വാടാത്ത കിരീടത്തിൽ പ്രാപിക്കേണ്ടത് തന്നെ. നോക്കിയേ, പൗലോസ് ഒരു എന്താ പറയാ ഒളിമ്പിക്സ് ഒക്കെ പറയില്ലേ, ഒളിമ്പിക്സ് പോലത്തെ അത്ലറ്റ് അങ്ങനത്തെ ഓട്ടം ചാട്ടമൊക്കെ കണ്ടിട്ട് പൗലോസ് എഴുതി വെച്ചിരിക്കുക, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, പക്ഷേ ഒരുവൻ മാത്രമേ വിരുദ് പ്രാപിക്കത്തുള്ളൂ. നമുക്കറിയാലോ, എത്ര 100 മീറ്റർ റിലേ ഓടിയാലും, റണ്ണിങ് റേസ് ഓടിയാലും, 100 1000 ഓടിയാലും ഒരുവൻ മാത്രമേ അത് പ്രാപിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ പ്രാപിക്കാൻ തക്കവണ്ണം ആ ജയിച്ചവൻ, 1ാം സ്ഥാനക്കാരൻ എങ്ങനെയാ ഓടിയത്? ഒളിമ്പിക്സ് എടുക്കാം. ഒളിമ്പിക്സിൽ ഓട്ടം ഓടുന്നത് ഇവിടെ നോക്കാം. ഒളിമ്പിക്സിൽ ഓട്ടം ഓടുന്നത് ഇവന്റെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയാമോ? ഒറ്റക്കാരും. ഇവൻ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആ തോക്ക് വെച്ച് വെടിവെക്കുമ്പോൾ, അല്ലെങ്കിൽ വിസിലടിക്കുമ്പോൾ, അവന്റെ കാലെടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇവൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിൽ ഒന്നേ ഉള്ളൂ. അതെന്നറിയാമോ? 1ാം സ്ഥാനം. എനിക്ക് അവന്റെ ജീവിതത്തിൽ ആ ഓട്ടത്തിനിടയിൽ അവന്റെ കരുത്തെന്ന് പറയുന്നത്, അവൻ ആ ലാസ്റ്റ് കാണുന്ന ചരടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ലാസ്റ്റ് ചരട്, 1ാം സ്ഥാനത്തിലുള്ള ലാസ്റ്റ് ചരട്, അവിടെ എത്തുന്നത് മാത്രമാണ്. ഹല്ലേലൂയ. അതിനിടയിൽ ആരെല്ലാം എന്തൊക്കെ കാണിച്ചാലും, ജോലി പ്രൊമോഷൻ കാണിച്ചാലും, അല്ലേ, അല്ലെങ്കിൽ സമ്പത്ത് കാണിച്ചാലും, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അല്ലെ കളർ ഡ്രസ്സ് കണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, എന്ത് കാണിച്ചാലും, പേരും പെരുമയും നന്മ എന്ത് കാണിച്ചാലും അവൻ അതൊന്നും ആഗ്രഹമില്ല. ഗാലറിയിൽ എത്രയോ സുന്ദരികൾ ഇവന്മാർ ഓടുമ്പോൾ കൈപൊക്കി കാണിച്ചിരിക്കും, ആണോ ഇല്ലയോ? യെസ്. ഒരു പെണ്ണിനെ നോക്കാതെ, ഞാൻ അല്പം കൂട്ടി പറഞ്ഞു വെച്ച സമയം അതോട് പറഞ്ഞ, ഒന്നിനെ നോക്കാതെ ലക്ഷ്യം മാത്രമാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ആകെ ഇത്ര നീളമുള്ള ട്രൗസറും ഉണ്ട്, ഇത്ര നീളമുള്ള ഒരു ഉടുപ്പുണ്ട്, വില ഉണ്ടാവും കൂടെ. നോക്കിയേ, ഈ പുള്ളിക്കാരന്മാരെ നോക്കിയേ, ഇത്ര ഉള്ളൊരു കളസം ഉണ്ടല്ലേ, അല്ലേ? എന്തോരം കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ടുണ്ട്, അല്ലേ? അത്രയും ഇവർ കുറച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരു ഭാരവുമില്ലാതെ. നമുക്കിവിടെ കാണാൻ കഴിയും, എബ്രായ ലേഖനം 12-ാം വാക്യം പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെപ്പെടുന്ന പാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ. കാരണം ഭാരങ്ങൾ കൂടുമ്പോൾ, മറ്റു വസ്തുവകൾ കൂടുമ്പോൾ നമുക്ക് ഓടാൻ കഴിയത്തില്ല. ഈ ചേച്ചിമാർക്കും ഈ ചേട്ടന്മാർക്കും ഓടിയാൽ നോക്കി എത്തുവോ? 100ാം സ്ഥാനം പോയിട്ട് 1000ാം സ്ഥാനം പോലും കിട്ടത്തില്ല ഇവന്മാർക്ക്. ഇതുപോലെ വസ്ത്രങ്ങളൊക്കെ ചുറ്റിക്കെട്ടിയല്ലേ, ഇതുപോലെ ഉടുപ്പൊക്കെ ഇട്ട് സാരി കിട്ടുന്ന ഓടാൻ പറ്റുമോ? എന്നതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ആ അല്പം മാത്രം കൂടി തോടുമ്പോൾ അവൻ അറിയാം ഞാൻ എത്തിയിരിക്കുമെന്ന്. അതൊക്കെ മനസ്സിലായതുകൊണ്ട് ഹല്ലേലൂയ. നമ്മളിന്ന് പകൽക്കാലം ഇവിടുന്ന് പിരിയുക. ഞാനിത് വാക്യം അടുത്ത ആഴ്ച ഞാൻ എടുക്കും, അതിനെക്കുറിച്ച് തന്നെ കുറച്ചും കൂടെ എനിക്ക് എടുക്കണം. കാരണം സുവിശേഷത്തിനെ കുറിച്ച് അല്പം നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. വിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഓടണം. ഒരൊറ്റ ആയുസ്സേ ഉള്ളൂ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഒരു ചലഞ്ച് വെക്കുകയാണ്. ഈ ഒരു ആയുസ്സേ ഉള്ളൂ. 10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയാൽ നിങ്ങൾക്ക് വീണ്ടും എഴുതിയെടുക്കാം. നിങ്ങളുടെ മക്കൾ BCom MCom തോറ്റുപോയാലും അടുത്ത വർഷം വേണമെങ്കിൽ എഴുതിയെടുക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ക്ഷേത്രത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വെളിപ്പെട്ട് വരണം, പ്രതിഫലം വാങ്ങുവാൻ. ഇന്ന് നമുക്കുള്ളത് നമ്മളെ ആരെങ്കിലും പിടിച്ച് ചെയ്യിപ്പിക്കുകയല്ല, അവൻ പറഞ്ഞ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് വേണം നമുക്ക് ചെയ്യാനുള്ളത്. നാം പ്രാപിച്ച സുവിശേഷം അത് സത്യമായിരിക്കണം. നാം പ്രാപിച്ച രക്ഷ അത് നിത്യമായിരിക്കണം. നാം കേട്ടത് സ്വർഗത്തിലുള്ളതായിരിക്കണം, പിതാവിന്റെ മനസ്സായിരിക്കണം. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിന്റെ ആ ദീപശീല ഇന്ന് ഒരു പകലിൽ ഞാൻ നിങ്ങൾക്ക് കത്തിച്ചു വിടുകയാണ്. ഓരോരുത്തരുടെ അകത്തും ആ ദീപശീല കത്തിച്ചു വിടുകയാണ്. ഇന്ന് ഈ സഹോദരന്മാർ പാടാൻ പോകുന്ന പാട്ട് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? എൻ്റെ ആത്മീയ പിതാവായി കഴിഞ്ഞ 2-3 ദിവസത്തിൽ മരിച്ചുപോയ മുട്ടം ഗീവർഗീസ് അറിയാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആത്മീയ പിതാവാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നൊക്കെ ഈ പാട്ടുകളൊക്കെ ഞങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹം എഴുതി വെച്ച ഒരു പാട്ടാണ് ഇന്ന് ഇവർ പാടാൻ പോകുന്നത്.
സുവിശേഷത്തിന് വേണ്ടി സമ്പത്തും നന്മകളും 18 കറവ പശുക്കളും വിട്ടെറിഞ്ഞ്, അല്ലേ, പട്ടിണി കിടന്ന് 18 ദിവസം പട്ടിണി കിടന്ന് അമ്മയുടെ പാല് കുടിച്ച്, മക്കൾ 2 പേരും പാല് കുടിച്ച് എല്ലാം ഊറ്റിയെടുത്ത് ബോധം കെട്ടി വീണ മക്കളെയൊക്കെ നോക്കി ആ അപ്പൻ നിത്യതയെക്കുറിച്ച് എഴുതി വെച്ച പാട്ടുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അത് ചെവിയിൽ കേൾക്കുവാനൊക്കെ സ്വർഗം അനുവദിച്ചിട്ടുണ്ട്. അതേ കയ്യാൽ നിന്നാ എനിക്ക് ഓർഡിനേഷൻ കിട്ടിയത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച ഭക്തന്മാരുടെ നാടാണ് ഈ നാട്. ഈ കേരളം സ്വർഗത്തിലെ നാടെന്ന് പറയാൻ കാരണം എന്നറിയാമോ? അല്ലെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിന്റെ നാടെന്ന് പറയാൻ കാരണം എന്നറിയാമോ? ഈ നാട് കേരളം. കാരണം ഇവിടുന്ന് ഒട്ടനവധി ഭക്തന്മാർ, സുവിശേഷമായി പോയ ഭക്തന്മാരാ ഇവിടുന്ന്. ഇന്നും അതുപോലെ ജീവിച്ച് തെളിയിച്ച ഭക്തന്മാരാ. പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ മാനത്തിന് വേണ്ടിയോ കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസുകളല്ല ഇവിടെ. കർത്താവിന് വേണ്ടി ജീവിച്ചു മരിച്ചവർ, തെളിവോടെ 99 വയസ്സിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ച ഭക്തന്മാരുടെ നാടായി നാട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അകത്ത് സുവിശേഷം കത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവം എഴുതിക്കാം. ആ പാട്ട് ചേർന്ന് നമുക്ക് പാടാം. ദൈവത്തിന് മഹത്വം കൊടുക്കും. വചനത്തിന്മേലുള്ള വിശ്വാസം ഒരു കാലങ്ങളും സംശയമില്ലാതെ അതെ നമുക്ക്
സംഗമിച്ചിടും. നാട്ടു ചേർന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം. വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം. വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചിട്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കർത്താവിന്റെ കണ്ണ് നമ്മെ കണ്ടതാ. അവിടുത്തെ കരമെന്നെ കയറി പിടിച്ചതാ. നരകത്തിലേക്ക് പോയി പടുകുഴിയിൽ പോയി വീണ് നരകത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് നരകിക്കേണ്ട എന്നെ നിത്യമായി തള്ളിക്കളയാതെ അവന്റെ കണ്ണെന്റെ മേൽ വന്നു വീണു, നിങ്ങളുടെ മേൽ വന്നു വീണു. അവന്റെ കരമെന്നെ തടഞ്ഞ് എന്നെ സ്വർഗത്തിന്റെ അവകാശിയായി വിളിച്ച സുവിശേഷം ഇന്ന് പകൽക്കാലം ഓരോ ഹൃദയത്തിന്മേലും പരിശുദ്ധാത്മാവേ, ഓരോ ഹൃദയത്തിന്മേലും സുവിശേഷത്തിന്റെ അഗ്നി ഇന്ന് പകലിൽ കത്തിക്കുവാൻ ഞാൻ സ്വർഗത്തോട് യാചിക്കുകയാണ്, സ്വർഗത്തോട് ക്ഷണപേക്ഷിക്കുകയാണ്. ഞങ്ങൾ പ്രാപിച്ച സൗഖ്യമുണ്ടല്ലോ, ഞങ്ങൾ പ്രാപിച്ച രക്ഷയുണ്ടല്ലോ, ഞങ്ങൾ പ്രാപിച്ച ആ നിത്യമായ പിതാവുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇന്ന് പകൽക്കാലം എന്നെ കേട്ട എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്ന ഞങ്ങളുടെ കരങ്ങളിലേക്ക്. കർത്താവ് ഇന്ന് കേട്ടത് ഇവിടെ അസ്തമിക്കാതെ ഇത് ഒരു തീപ്പൊരി പോലെ അനേകരെ കത്തിക്കാൻ തക്കവണ്ണം യേശുവിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം ഈ ജനത്തിന് മേൽ വന്ന് വീഴുവാൻ ഞാൻ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ തുടക്കം. ആ രക്ഷയുടെ വലിപ്പം ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ, അതെ അത്രയും വലിയ രക്ഷ, പുത്രന്റെ ജീവന്റെ വലിപ്പമുള്ള രക്ഷ, ആ സുവിശേഷം മറച്ചു വെക്കാതെ, വയലിൽ ഒളിപ്പിച്ചു വെക്കാതെ അത് ലോകത്തോട് വിളിച്ചു പറയുവാൻ അധികാരം ഇന്ന് പകലിൽ ഓരോരുത്തരുടെ മേൽ ഇറങ്ങി നിൽക്കുവാൻ സ്വർഗത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അധികാരത്തോടെ സുവിശേഷം പറയുവാൻ, ഒരു മനുഷ്യരെയും കൂസാതെ, ഒരു മനുഷ്യരെയും പ്രസാദിപ്പിക്കാതെ പ്രാപിച്ച സുവിശേഷം അധികാരത്തോടെ സംസാരിക്കുവാൻ ഇന്ന് പകൽക്കാലം സ്വർഗം ഓരോരുത്തരും അഴക്കുന്ന അഭിഷേകത്തിനായി, ശക്തിക്കായി, മഹത്വത്തിനായി നന്ദി പറയുന്നു. നന്ദി കർത്താവേ, മുഴുവൻ മഹത്വം ഞാൻ അങ്ങേക്ക് മാത്രം അർപ്പിക്കുക. ഇന്ന് പകൽക്കാലം അവിടുന്ന് ജീവനോടെ ഞങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ച കൃപക്കായി നന്ദി പറയുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാൻ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുകളിൽ കടന്നു വരികയാണ്. ഈ ദിവസം ഒരു മറക്കാത്ത ദിവസമായി മാറട്ടെ. ഞങ്ങൾ കേട്ട സുവിശേഷം വീണ്ടും കത്തിക്കുന്ന ദിവസമായി ആ കനൽ കട്ടകൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധന ഊതി കത്തിച്ച കൃപക്കായി നന്ദി പറയുന്നു. ഇത് കെട്ടുപോകാതെ, മറഞ്ഞു പോകാതെ ആയിരങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ അങ്ങ് ഓരോ വ്യക്തിയെ സഹായിച്ചു ചെയ്ത കൃപക്കായി നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൊള്ളാകുന്നവരായി, തികഞ്ഞവരായി, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചുകൊണ്ട് അവിടുത്തെ വാഴാത്ത കിരീടം പ്രാപിക്കാൻ തക്കവണ്ണം സുവിശേഷത്തിന് കരം കൊടുക്കുവാൻ, ചുമൽ കൊടുക്കുവാൻ ഇന്ന് പകൽക്കാലം അങ്ങ് ചെയ്ത വലിയ കൃപക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ വന്നവരെല്ലാം അനുഗ്രഹിക്കുന്നു. മറ്റ് വ്യത്യസ്തമായ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, രോഗത്താൽ പീഡ അനുഭവിക്കുന്നവരൊക്കെ ഞങ്ങളുടെ നടുവിലുണ്ട്. കർത്താവേ, നീ എല്ലാവർക്കും മതിയായവരാ. അവർക്ക് ആവശ്യം പോലെ നീ കൊടുക്കണമേ നമ്മോട് പ്രാർത്ഥിക്കുകയാണ്. ആ കരങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദങ്ങളെ വഴങ്ങാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രാ ദൈവത്തിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെ കൂടെയും, ഇവിടെ ശുശ്രൂഷ എല്ലാ ദൈവദാസന്മാരുടെ കൂടെയും, ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെയും യേശുവിൻ്റെ മേഘ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ജയം നൽകിയ കർത്താവിനെ വിശുദ്ധ കരങ്ങളെ ഊതി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേ കർത്താവേ, വേഗം വരണമേ മാറാനാഥ. കർത്താവ് നിങ്ങളെ